ഏതായാലും ഈ സന്ധ്യാസമയത്ത് നമുക്ക് ചിന്തിക്കാനും പറയാനുമുള്ളത് ഭാരതത്തിൻ്റെ ഈശ്വരീയമായ ആചാരങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് മാന്യാധ്യക്ഷനോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭാരതത്തിൻ്റെ ഈശ്വരീയ ദർശനം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതല്ല. ഈശ്വരനെ രണ്ടായിട്ടോ പലതായിട്ടോ കാണുകയാണെങ്കിൽ മനുഷ്യരെ രണ്ടായിട്ടോ പലതായിട്ടോ കാണുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫിലോസഫി അതാണ്. ഞാൻ നീ എന്ന് ഭേദമില്ലാത്ത ഒരു തത്വചിന്തയാണ് ഭാരതത്തിൻ്റെ. വേദങ്ങളിലേക്കൊന്ന് വെറുതെ തിരിഞ്ഞു നോക്കിയാൽ ചില ചെറിയ കാര്യങ്ങൾ മാത്രം ഗുരു ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എത്തി നിന്നത് ഉപനിഷത്തിൻ്റെ ഒരു ഭാഗത്ത് ബ്രഹ്മത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നാണ്. ഞാൻ ബ്രഹ്മമാകുന്നു, ഈശ്വരനാണ്. അപ്പോൾ പാവം ഒരു കുബുദ്ധിയായ അല്ലെങ്കിൽ വിവരം കെട്ട അല്ലെങ്കിൽ വളർന്നിട്ടില്ലാത്ത ബോധം വെച്ചിട്ടില്ലാത്ത ഒരു ശിഷ്യൻ ചോദിച്ചു, അയ്യോ അങ്ങ് ഈശ്വരനാണെങ്കിൽ ഞങ്ങൾ ആരാണ്, ഞാൻ ആരാണ് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞതാണ് തത്വമസി എന്ന്. തത്വമസി, അത് നിന്നിൽ തന്നെയുണ്ട്, നീ അത് തന്നെയാകുന്നു. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന എല്ലാവരും, ഇവിടെയുള്ള സർവചരാചരങ്ങൾ, മനുഷ്യർ മാത്രമല്ല, എല്ലാം ഈശ്വരനാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി. ഭഗവാനോട് പല സംശയങ്ങളാണല്ലോ അർജുനൻ ചോദിക്കുന്നത്. 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത. അതിൽ ഈശ്വരൻ എന്താണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യത്തിന് വളരെ ലളിതമായ ഒരു ഉത്തരമാണ്. എവിടെയാണ് ഈശ്വരൻ ഉള്ളത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് സർവഭൂതാനാം ഹൃദയേ തിഷ്ഠതി എന്നാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലുണ്ട്. നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും ഭൗതികവാദികളെയും തുടങ്ങിയിട്ട് ചാർവാകന്മാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഭാരതം സന്യാസി വര്യന്മാരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. കറുത്തവനെന്നും വെളുത്തവനെന്നും ഭാരതത്തിൽ ചിന്തയുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണല്ലോ നർത്തനവേദിയിലൊക്കെ ആടിയിട്ടുള്ള ചില ആളുകളിലൂടെ കറുത്തവരെ പ്രസവിച്ചാൽ തള്ളയ്ക്ക് പോലും ആ പിള്ളയെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞത്. അത്തരം ബുദ്ധിജീവികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ ആ നൃത്തത്തിന്റെയും നാട്യത്തിന്റെയും നടനത്തിന്റെയും ഒക്കെ ആചാര്യനായ ഭരതമുനിയുടെ, നാട്യശാസ്ത്രകാരനായ ഭരതമുനിയുടെ നിറമെന്താണ് എന്ന് പഠിച്ചിരുന്നുവെങ്കിൽ, വിഭാഗീയതകളെ കുറിച്ചാൽ കൃഷ്ണൻ വേറെയാണ്, അയ്യപ്പൻ വേറെയാണ്, ഞാൻ വേറെയാണ്, നീ വേറെയാണ്, നീ മറ്റൊരു മതമാണ്, അവൻ മറ്റൊരു ജാതിയാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഗണപതിയും കൃഷ്ണനും രണ്ടായി മാറുന്നത്. ഇത് ബുദ്ധിപരമായ വിഭജിച്ചു ഭരിക്കുക എന്നുള്ള തന്ത്രമാണ്. ഇത് പാശ്ചാത്യ തത്വചിന്തയുടെ ഇറക്കുമതിയുടെ ഒരു ഭാഗമാണ്. അവിടെ ഈശ്വരനും ഞാനും രണ്ടല്ല എന്ന് വേദങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അതിൽ നിന്ന് ഗീതയിലെത്തുമ്പോൾ അത് പഠിക്കാതെ അതിന്റെ സംസ്കാരം ഉൾക്കൊള്ളാത്ത ഒരു കറുപ്പിനെയും വെളുപ്പിനെയും മാറ്റി ചിന്തിക്കുമ്പോൾ, ഈ വേദങ്ങളിൽ നിന്നാണ് ഈ നാട്യശാസ്ത്രം വന്നത് എന്ന് ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, വേദങ്ങളെ പകുത്തുവെച്ച ആ വേദവ്യാസൻ, ലോകഗുരുവായ വേദവ്യാസൻ ഏത് ജാതിയിലാണ്, ഏത് മതത്തിലാണ്, ഏത് വർഗത്തിലാണ്, ഏത് വർണ്ണത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ കറുപ്പും വെളുപ്പും രണ്ടല്ല എന്ന് മനസ്സിലാകുമായിരുന്നു. എന്തിന്? മഹാഭാരതത്തിലൊരു സന്ദർഭത്തില്, നല്ല സന്ദർഭമാണ്, ഭീഷ്മാചാര്യർ, മഹാനായ ഭീഷ്മാചാര്യർ എല്ലാവരുടെയും ആചാര്യനാണ്. ധർമ്മത്തെക്കുറിച്ച് ഭീഷ്മരുടെ ധർമ്മനിശ്ചയം കുട്ടികൃഷ്ണമാരാര് 15 ഉപന്യാസങ്ങളിലും അതേപോലെ കലജീവിതം തന്നെ എന്ന ഗ്രന്ഥത്തിലും ഭാരത പര്യടനം എന്ന ഗ്രന്ഥത്തിലുമൊക്കെ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലൊന്നാണ് ഭീഷ്മരുടെ ധർമ്മനിശ്ചയത്തെക്കുറിച്ച്. പക്ഷെ അവിടെയും പറയാതെ വിട്ടുപോയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്.
കേരളത്തിലെ നല്ല ഒരു എഴുത്തുകാരനും നിരൂപകനുമായ കുട്ടികൃഷ്ണമാരാര് പോലും പറയാതെ കടന്നുപോയ ഒരു കാര്യം, ഭീഷ്മാചാര്യരോട് പല സംശയങ്ങൾ ചോദിക്കുമ്പോൾ ജാതിയെക്കുറിച്ച് മാത്രമല്ല, വർഗത്തെക്കുറിച്ച് മാത്രമല്ല, നിറത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. കറുപ്പിനെ കുറിച്ച്, പച്ചയെക്കുറിച്ച്, ഇതെല്ലാം വ്യത്യസ്തമായ നിറങ്ങളല്ലേ, വ്യത്യസ്തമല്ലേ എല്ലാം? ചോദിച്ചത് ധർമ്മപുത്രരാണ്, മറ്റാരുമല്ല. ധർമ്മപുത്രര് ധർമ്മത്തിന്റെ മകനാണ്, യമധർമ്മന്റെ മകനാണ്. ആ ധർമ്മപുത്രരോട് ഭീഷ്മാചാര്യര് പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്: ഏകവർണം ഇതം സർവം പൂർവമാസീതി യുധിഷ്ഠിര എന്നാണ് പറയുന്നത്. ധർമ്മപുത്രരുടെ മറ്റൊരു പേരാണല്ലോ യുധിഷ്ഠിരൻ. ഏകവർണം ഇതം സർവം, എടാ വിഡ്ഢി അല്ലേ? ആ ഭീഷ്മാചാര്യര് പറഞ്ഞത് ആർക്കൊക്കെ കൊള്ളണം? ഇന്നിവിടെ കൃഷ്ണനും ഗണപതിയും രണ്ടാണ് എന്നും, രണ്ടിന്റെ രൂപവും രണ്ടാണ് എന്നും, രണ്ടിന്റെ നിറം രണ്ടാണ് എന്നും, രണ്ടിന്റെ ആചാരം വ്യത്യസ്തമാണ് എന്നും പറയുന്നവന്റെ നെഞ്ചത്ത് കൊള്ളുന്നതാണ് ഭീഷ്മരുടെ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭീഷ്മര് പറഞ്ഞതാണ്. ഏകവർണം ഇതം സർവം, നീ കാണുന്ന നിറങ്ങളും വ്യത്യാസങ്ങളുമെല്ലാം ഏകവർണ്ണ ഒരൊറ്റ ഒരു നിറത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. പൂർവം മുൻകാലത്ത് അസീതി യുധിഷ്ഠിര, യുധിഷ്ഠിരായത് ആദിയിൽ ഒരൊറ്റ നിറത്തിൽ നിന്ന്, ഒന്നിൽ നിന്ന് വന്നതാണ്. അതാണ് തുടക്കത്തില് സ്വാഗതത്തിൽ പറഞ്ഞത് ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്ന്. ആ സത്യം എന്ന് പറയുന്ന, ആ സത്ത എന്ന് പറയുന്ന, ആ എസൻസ് എന്ന് പറയുന്ന, ആ തനിമ എന്ന് പറയുന്ന, ആ ശരിയെന്ന് പറയുന്ന നമ്മുടെ ജീവനുണ്ടല്ലോ, നമ്മുടെ ആത്മനുണ്ടല്ലോ, ഈ ആത്മനും ബ്രഹ്മവും രണ്ടല്ല, ഏകം സത്ത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ആചാരങ്ങളെ പഠിക്കണമെങ്കിൽ ഇത്തിരി ഒന്ന് വേദത്തിലേക്ക് കടന്നാൽ മതി. പലപ്പോഴും നമുക്ക് വേദങ്ങൾ അപ്രാപ്യമാവാം. പക്ഷേ ഭാരതം പലതരത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് പലയിടങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചിട്ട് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വിപരീത കർമ്മം ചെയ്യുന്ന ആളുകളുണ്ട്. അവരാണ് ഭൗതികവാദികൾ. അവരെ നമുക്ക് നന്നായിട്ട് അറിയാം. ലോകത്തില് ധാരാളം ഭൗതികവാദികൾ ഉണ്ടായിട്ടുണ്ട്. അധികാരത്തിന്റെ അപ്രാസനത്തിനും കിരീടത്തിനും ചെങ്കോലിനും വേണ്ടിയിട്ട് മനുഷ്യരെ പറ്റിക്കാൻ ശാസ്ത്രത്തിന്റെ ഭാഷ്യം ഉപയോഗിക്കുന്ന കോമരങ്ങൾ. അവര് പോലും ഈ പറഞ്ഞ കോമരം തുള്ളുന്നെടുത്ത് പോകുമ്പോൾ ആ കോമരങ്ങൾ തുള്ളുന്നെടുത്ത് പോയിട്ട് കൈതൊഴുതു നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് അല്ലേ? കേരളത്തിലൊരു അമ്മയുണ്ടായിരുന്നില്ലേ, പാവം, ഭൗതികവാദത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് അവസാനം ചക്കുളത്തുകാവിൽ അമ്മയുടെ അടുത്ത് പോയിട്ട് തുലാഭാരം തൂക്കിയിട്ടുള്ള അമ്മ നമ്മൾ മറന്നുപോയിട്ടില്ല. അവരെ എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്ന് ചിന്തിക്കാൻ ഭൗതികവാദികൾക്ക് സാധിക്കണം. ചിന്തിച്ചു നോക്കണം. അവരെ എന്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെച്ചു? സ്ത്രൈണതയുടെ അടിസ്ഥാനത്തിലാണോ? ജാതിയുടെ അടിസ്ഥാനത്തിലാണോ? നിറത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അവര് ഗണപതിയെ ആരാധിച്ചത് കൊണ്ടാണോ? കൃഷ്ണനെ ആരാധിക്കാതിരുന്നത് കൊണ്ടാണോ? എന്താണ്? അവരത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാനും നീയും തമ്മിൽ ഭേദമില്ല എന്ന് ഭഗവാൻ പരമേശ്വരൻ പറയുന്നത്? രാമായണം വായിച്ചാൽ അറിയാം. ഭാരതത്തെ സംബന്ധിച്ചുള്ള ഈശ്വര ദർശനത്തിന്റെ ലളിതമായ രീതികൾ രാമായണത്തിലുണ്ട്. രാമായണം പാർവതിക്ക് പരമേശ്വരൻ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ് കഥ. അപ്പോൾ അവിടെയും പറഞ്ഞു വന്നിട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് വായിക്കുന്ന കേരളീയർക്കറിയാം ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളിലുമുണ്ട് എന്ന തത്വം നാം മനസ്സിലാക്കണം. ഞാനും നീയും രണ്ടല്ല എന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലാവുന്നത് നമുക്ക് കൃത്യമായിട്ട് ചിത്രങ്ങളിൽ പോലും നമ്മൾ കാണാറുണ്ട്. പരമശിവനും പാർവതിയും ഇടത് ഭാഗത്തായിട്ട് പാർവതി നിൽക്കുന്നു അല്ലെ, വാമഭാഗം എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന് പോസ്റ്റ് മോഡേൺ സൈക്കോളജിസ്റ്റുകളോട് ചോദിച്ചാൽ അറിയാം, അനിമസ് എന്ന് പറഞ്ഞിട്ട് പുരുഷനിൽ പൗരുഷഭാവം മാത്രമല്ല സ്ത്രൈണതയുണ്ട് എന്നും സ്ത്രീയിൽ സ്ത്രൈണഭാവം മാത്രമല്ല പൗരുഷമുണ്ട് എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രപഞ്ച രഹസ്യത്തെ മനോഹരമായിട്ട് അവതരിപ്പിച്ചവരാണ് ഭാരതീയർ. അവരതിനെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യന് മാത്രം ജീവിക്കാനുള്ള ഇടമല്ല ഈ മണ്ണെന്ന് പറയുന്നത്, സകല ജീവജാലങ്ങൾക്കുമുള്ള ഇരിപ്പിടമാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയേ എന്ന് പറഞ്ഞതുപോലെ അതിന് മുൻപ് പറയുന്ന ഉപനിഷത്ത് പറയുന്നു. ഞാൻ ഗീതയിൽ ഇത് പറഞ്ഞു നേരത്തെ. അതിന് തൊട്ട് കാലങ്ങൾക്ക് മുൻപ്
ഉപനിഷത്തുകളിൽ പറഞ്ഞു ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന രക്തേന ഭുഞ്ചീത മാ ഗൃതസ്യ സിദ്ധനം. ആ ഒറ്റ ശ്ലോകം പഠിച്ചാൽ ഭൗതികവാദം ഇല്ലാതെയാവും. അതാണ് ഇതിനോടുള്ള വിഷയം. തലമുറ, പുതിയ തലമുറ ഉപനിഷത്തുകൾ പഠിച്ചാൽ, ഗീത പഠിച്ചാൽ, കൃഷ്ണനെ പഠിച്ചാൽ, രാമനെ പഠിച്ചാൽ, വൈശമ്പായനനെ പഠിച്ചാൽ ഭൗതികവാദമില്ലാതെയായി ഭയപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണൻ ജനിക്കുന്നതിന് മുൻപേ ഭയപ്പെട്ട ആളുകളാണല്ലോ പല ആളുകളും. ഇതിൽ പ്രധാനമായിട്ട് കൃഷ്ണന്റെ മാമൻ തന്നെയായിരുന്നല്ലോ. എത്ര കുരുന്നുകളെയാണ് ഇല്ലാതാക്കി കളഞ്ഞത്. അതുപോലെ ഭയാശങ്കയുള്ളവർക്ക് ഒരുപക്ഷെ കൃഷ്ണ ജയന്തി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ബാലഗോകുലം എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഉണ്ടായിട്ടുള്ളത് പുതിയ തലമുറ ഇത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. കറുത്തതിനും വെളുത്തതിനും തമ്മിലുള്ള വ്യത്യാസം വേണ്ട, അങ്ങനെ വിചാരിക്കുകയോ ചെയ്യണ്ട എന്ന് പഠിപ്പിക്കാനാണ്. ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറയുന്ന രണ്ടു വർഗങ്ങളാണ് ലോകത്തിലുള്ളത് എന്ന് പഠിപ്പിച്ച ഒരു ഗ്രന്ഥമുണ്ട്. 21 വർഷം റിസർച്ച് ചെയ്തിട്ടാണ് ഭൗതികവാദിയായിട്ടുള്ള ആ ചരിത്ര പണ്ഡിതൻ, മഹാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു വർഷം, 1818 ട്രിയർ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ആരാണെന്ന് ചിന്തിച്ചാൽ മതി, പുറത്തുനിന്ന് കേൾക്കുന്ന ആളുകൾ പ്രത്യേകിച്ച്. ആ ട്രിയർ ഗ്രാമത്തിൽ ജനിച്ച ആ പണ്ഡിതൻ, ആ ചരിത്രകാരൻ, ആ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ ആ ആദ്യത്തെ ഗ്രന്ഥത്തിൽ 21 വർഷം കൊണ്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ഗ്രന്ഥത്തിൽ തുടക്കം പറയുന്നത് യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു എന്നാണ്. ആ ഭൂതത്തിനെ വിഭാടനം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ശാസ്ത്രീയ സോഷ്യലിസം എന്ന് പറയുന്ന സാധനം. പക്ഷെ ആ ശാസ്ത്രീയ സോഷ്യലിസം നിലനിൽക്കില്ല എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ഓ ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗ്രന്ഥത്തിലാണ്. ആ രണ്ടാമത്തെ ഗ്രന്ഥം ലോകത്തിലെ വലിയൊരു സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥമാണ്. ആ സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥം മൂലധനം. ആ മൂലധനത്തിന്റെ 3-ാമത്തെ അധ്യായം കമ്മോഡിറ്റീസ് എന്ന് പറയുന്നതാണ്. ചരക്കുകൾ എന്ന് പറഞ്ഞ് മലയാളീകരിച്ചു വന്നിട്ടുണ്ട്. കമ്മോഡിറ്റീസ് വായിച്ചു നോക്കുക നമ്മൾ. ആ കമ്മോഡിറ്റീസിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ ചിന്തയുടെ ആളല്ല, എനിക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല, ഇത് നടപ്പാവാത്തൊരു കാര്യമാണ്. മൂലധനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട്, സാമ്പത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട്, പണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, സുഖങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, നാം ഒരു മൂല്യം നിശ്ചയിക്കുന്നത് എന്തിനെയാണ്? ഒരു വസ്തുവിന്റെ മുകളിലാണോ? വസ്തുവിന്റെ മുകളിലല്ല എന്നൊടുവിലെത്തുകയാണ്. നമ്മുടെ മനസ്സാണ് മൂല്യം നിശ്ചയിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഭൗതികം വിടുകയാണ്. കാരണം മനസ്സ് എന്ന് പറയുന്നത് ഭൗതികമല്ല, മനസ്സാത്മീയമാണ്. മനസ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, മനസ്സിനെ തൊടാൻ പറ്റുന്നില്ല. സിഗ്മണ്ട് ഫ്രോയിഡ് ആണല്ലോ മനഃശാസ്ത്രത്തിന്റെ, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. ആ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന സൈക്ക് എന്ന് പറയുന്ന പദം ലാറ്റിൻ പദമാണ്. സൈക്ക് എന്ന് പറയുന്നത് ആത്മാവ് എന്നാണ് അർത്ഥം. അതാണ് പിന്നീട് മനസ്സ് എന്ന് വ്യാപരിക്കപ്പെട്ടിട്ട് മനഃശാസ്ത്രം എന്നായി മാറിയത്, ആത്മശാസ്ത്രം എന്നാണ്. ഇപ്പോൾ അത് ബിഹേവിയറിസം, സ്വഭാവശാസ്ത്രം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പെരുമാറ്റശാസ്ത്രം, സ്വഭാവശാസ്ത്രം എന്ന് പറയുന്നതിനേക്കാൾ പെരുമാറ്റശാസ്ത്രം എന്ന് പറയാം എന്നുള്ളത് രീതിയിലേക്കാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഭൗതികവാദം എന്ന് പറയുന്നത് ലോകത്തിൽ നിലനിൽക്കില്ല. ആത്മീയതയില്ലാതെ ഭൗതികതയില്ല. എല്ലാ മനുഷ്യരും, നമ്മളൊക്കെ ഇടയ്ക്ക് നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഒരു ചർച്ച നടത്തിയിരുന്നു നേരത്തെ പഴയ ഒരു ചാനലിൽ. അദ്ദേഹം പുതിയ ചാനലൊക്കെ ഉണ്ടാക്കുന്നതിന് മുൻപ് അന്നൊരാൾ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചത്, ആത്മാവ് എന്നൊന്നുണ്ടോ എന്നാണ്. ഈശ്വരൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ, എല്ലാവരും നമ്മളൊക്കെ കേൾക്കുന്നവരൊക്കെ ക്ഷേത്രവിശ്വാസികളാണല്ലോ, ഗണപതിയെ വിശ്വസിക്കുന്നവരാണ്, കൃഷ്ണനെ വിശ്വസിക്കുന്നവരാണ്. വളരെ നല്ലത്. കൃഷ്ണനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, ഗണപതിയെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, ആചാരം ലംഘിക്കരുതേ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അവിടെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര അവിടെ നിന്നും തുടങ്ങരുത് എന്ന് വിചാരിച്ചു, അല്ലേ? അവിടെ കൃഷ്ണൻ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ കൃഷ്ണൻ ഇല്ലായിരുന്നുവെങ്കിൽ, ഗണപതി ഇല്ലായിരുന്നുവെങ്കിൽ ആചാരം ലംഘിക്കപ്പെടില്ലല്ലോ. ആചാരം എന്തിനുള്ളതാണ്?
ഈശ്വരനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏതെങ്കിലും ഒന്നിന് സുല്ലിടണം നമ്മൾ. ഒന്നുകിൽ ഭൗതികവാദത്തിന് സുല്ലിടണം, അല്ലെങ്കിൽ ഇത്തരം കുത്തിത്തിരിപ്പിന് സുല്ലിടണം. ഏതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ ആചാര ലംഘനത്തെക്കുറിച്ച് പറയുന്ന ആളുകൾക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ? കാരണം ആചാരങ്ങൾ ഈശ്വരനുമായി ബന്ധപ്പെട്ടതാണ്. അത് ലോകത്തിൽ തുടങ്ങിയിട്ടുള്ളത് ഋഗ്വേദത്തിലാണ്. ഗണപതിയെക്കുറിച്ച് ആദ്യ മൂലശ്ലോകം വരുന്നത് ഋഗ്വേദത്തിലാണ്. പഠിച്ചിട്ടുള്ളവർ കേട്ടിട്ടുള്ള ഒന്ന് മറിച്ചു നോക്ക. ലോകത്തിൽ ആദ്യം ഗണപതിയെ കുറിച്ച് പറയുന്നത് ഗണപതി ഹവനം നടത്തുമ്പോൾ ഗണപതി ഹോമം എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് മലയാളികൾ പറയുക. ഔദാസീന ന്യായം അനുസരിച്ച് ഉദാസീനമായിട്ട് പറയാ ഗണപതി ഹോമം എന്ന് പറയാ. ഗണപതി ഹവനം നടത്തുന്ന ഗണപതിയുടെ മന്ത്രം ഋഗ്വേദത്തിലേതാണ്. ആ ഋഗ്വേദത്തിലും മറ്റു 3 വേദങ്ങൾ, പേരൊന്നും പറയുന്നില്ല സമയത്തിന്റെ കുറവ്. ആ 4 വേദങ്ങളെ നമുക്ക് പഠിക്കണമെങ്കിൽ 6 കാര്യങ്ങൾ പഠിക്കണം. 6 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. ശിക്ഷണ വിധികളാണ് ശിക്ഷ എന്ന് പറഞ്ഞിട്ട്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ് 6 ഇതാണ് വേദാംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ വേദാംഗങ്ങളില് കൽപ്പം എന്ന് പറയുന്ന ഭാഗം, കൽപ്പസൂത്രങ്ങൾ ശ്ലോക രൂപത്തിലാണ് ഇതൊക്കെയുള്ളത്. ആ സൂത്രങ്ങളിൽ 2 ഭാഗമുണ്ട്. ഗൃഹ്യസൂത്രമെന്നും പിതൃമേധാസൂക്തങ്ങളെന്നും പറയുന്ന ഭാഗങ്ങൾ. ഗൃഹ്യസൂത്രങ്ങൾ ഗൃഹാചാരങ്ങളും ക്ഷേത്രാചാരങ്ങളുമാണ്. അത് പഠിച്ചിരുന്നെങ്കിൽ ഇത് പറയില്ലായിരുന്നു, അല്ലേ? എഴുത്തച്ഛൻ സ്കൂളിൽ പോവാത്ത ആളാണ്. ഞാനൊക്കെ സ്കൂളിൽ പോയി കാലം കഴിഞ്ഞു പോയ ആളാണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് 20 കൊല്ലമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസം മോശമാണ് എന്ന്. ഞാൻ പറഞ്ഞതല്ല. A+ കിട്ടിയ കുട്ടികൾക്കും സ്വന്തം പേര് എഴുതാൻ അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറഞ്ഞതല്ല. പക്ഷെ നമ്മൾ സ്കൂളുകളിൽ പോകുന്നു സ്വാഭാവികമായി. സ്കൂളിൽ പോവാതിരുന്ന എഴുത്തച്ഛൻ ഈ കേരളത്തിന്റെ ഭൗതിക ജീവിത ആസക്തി കണ്ടിട്ട്, ഇവിടുത്തെ ജീവിതത്തിന്റെ ജാതിക്കോയ്മകളെ കണ്ടിട്ട്, എഴുത്തച്ഛനെ സ്കൂളിന്റെ ഹൃദയപ്പുറത്ത് പോലും കയറ്റിയില്ലല്ലോ. ആധിപത്യ ബ്രാഹ്മണ കാലത്ത് കാട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒരു ഭക്തനെ, അല്ലെങ്കിൽ ഒരു ഈശ്വര വിശ്വാസിയെ, അല്ലെങ്കിൽ ഒരു ഈശ്വര ആരാധനാ രീതിയെ ക്ഷേത്രത്തിലേക്ക് കയറ്റുന്നില്ല, ക്ഷേത്രത്തിനടുത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണാധിപത്യമാണ്. ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് അറിയാതെ ഞാൻ ബ്രഹ്മജ്ഞാനിയാണെന്ന് നടിക്കുന്നവൻ ചെയ്യുന്ന ആധിപത്യ മനസ്ഥിതിയെയാണ് ബ്രാഹ്മണാധിപത്യം എന്ന് പറയുക. ജന്മം കൊണ്ട് നമ്മളൊക്കെ ശൂദ്രന്മാരാണ്. ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ശൂദ്രന്മാരായിട്ടാണ് ജനിച്ചത്. ജന്മനാ ജായതേ ശൂദ്ര, അനുസ്മൃതിയാണ്. കർമ്മനാ ജുജ, കർമ്മം കൊണ്ട് നമ്മളൊക്കെ 2ാം ജന്മം നേടിയവരാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു? കക്കുന്നെങ്കിൽ കള്ളനാണ്, കള്ളത്തരം പറയുന്നെങ്കിൽ കളവ് പറയുന്നവനാണ്, കള്ളിയാണ് എന്നൊക്കെയല്ലേ നമ്മൾ. കർമ്മണാ ദ്വിജ, 2ാം ജന്മത്തിലേക്ക് എത്തും. അതിന്റെ അവസാന ഭാഗം ശ്ലോകം പറയും ബ്രഹ്മജ്ഞാനാനാഭി ബ്രാഹ്മണാന്നാണ്. ബ്രഹ്മം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവനാണ് ബ്രാഹ്മണൻ. അത് മനസ്സിലാക്കാതെ കേരളത്തില് അല്ലെങ്കിൽ ഭാരതത്തില് പലയിടങ്ങളിലും ആചാരങ്ങൾ നടന്നിരുന്നു. ഇതാണ് ആചാരലംഘനം. കൃഷ്ണജയന്തിയുടെ ഘോഷയാത്ര ചേർന്നതല്ല ആചാരലംഘനം. കൃഷ്ണനും ഗണപതിയും 2 എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ്. ഭാരതത്തിന് ഡിവിഷൻ ഇല്ല, ഉള്ളവനും ഇല്ലാത്തവനും എന്നാണ് നിങ്ങളുടെ ആ ഗ്രന്ഥങ്ങൾ പറയുന്നതെങ്കിൽ ഇല്ല. അതിന്റെ അപ്പുറത്ത് മറ്റൊരു ഗണമുണ്ട്, ഒരു കൂട്ടമുണ്ട്. എല്ലാം ഉണ്ടായിട്ടും വേണ്ടാത്തവരായിട്ടുണ്ടായിരുന്നു ഭാരതത്തിലെ സന്യാസിവര്യന്മാര്. അവരുടെതാണ് വേദങ്ങളും ഉപനിഷത്തുകളും മഹദ്ഗ്രന്ഥങ്ങളും ക്ഷേത്ര സംസ്കാരവും ക്ഷേത്രവും ഒക്കെ. ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങളും എരുണന്തു വിശ്വേ അമൃതസ്യ പുത്ര, ലോകം മുഴുവനുള്ള മനുഷ്യരെ കുറിച്ച് പറഞ്ഞത് മരണമില്ലായ്മയുടെ മക്കളാണ്. നിങ്ങൾ ആരും മരിക്കുന്നില്ല, നിങ്ങൾ മരിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് വിചാരിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോഴേ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ചാർവാകനും ജീവിച്ചിരിക്കണം, ഭൗതികവാദിയും ജീവിച്ചിരിക്കണം. ഭാരതം പഠിപ്പിച്ചതാണ്.
എല്ലാവരും ജീവിച്ചിരിക്കില്ലേ? ജനാധിപത്യ രാഷ്ട്രത്തില് പ്രതിപക്ഷം വേണ്ടേ? ഭരണപക്ഷം മാത്രം മതിയോ? പോരാ. പക്ഷേ ഭരണപക്ഷം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേകത്തോട് കൂടിയിട്ട്, വിവേചനത്തോട് കൂടിയിട്ട്, മനസ്സിരുത്തിയിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് ജനാധിപത്യത്തിന്റെ മൂല്യം വരുന്നത്. രണ്ടാമത് എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴല്ലല്ലോ. അപ്പോൾ ആചാരം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നതിനെയാണ് ആചാരം എന്ന് പറയുക. ശാസ്ത്രീയമായിട്ട് വേദങ്ങൾ പഠിച്ചിട്ട് പറയൂ. മറ്റൊന്ന് അനാചാരമാണ്. അനാചാരം എന്ന് പറയുന്നത് അശാസ്ത്രീയതയാണ്. പലയിടങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട്, അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. എന്താണെന്ന് ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. പഠന ക്ലാസ്സുകളിലൊക്കെ സമിതിയുടെ ആളുകളോട് പറഞ്ഞു കൊടുക്കുക എന്താണ് അനാചാരം, എന്തൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റണം. ക്ഷേത്രത്തിൽ ജാതിയും മതമൊന്നുമില്ല. ലക്ഷക്കണക്കിന് ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കാത്ത, ഇന്നൊരു റിലിജിയൻ എന്ന തലത്തിൽ ഹൈന്ദവരും മതമാണ്. യഥാർത്ഥത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് മതമേ അല്ല കേട്ടോ. അർണോൾഡ് ടോയിൻബിയുടെ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന 10 വോളിയങ്ങളുള്ള ബൃഹത്തായ ഗ്രന്ഥം ഒന്ന് പഠിച്ചാൽ അറിയാം. അതൊക്കെ വെച്ച് പഠിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് ഹിന്ദുയിസം ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ ബട്ട് ഇറ്റ് ഈസ് എ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന്. അർണോൾഡ് ടോയിൻബി 21 സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുന്നു. തകർന്നുപോയ 21 നിലനിൽക്കുന്ന 2-3 മാത്രമുള്ളൂ. അതിനെക്കുറിച്ച്, ഭാരതത്തിനെ കുറിച്ചാണ് പറയുന്നത്. തകരാത്തൊരു സംസ്കൃതി, ഇത് മതമല്ല എന്ന് പറയുന്നു അദ്ദേഹം. അർണോൾഡ് ടോയിൻബി ബാലഗോകുലത്ത് കൂടി വളർന്നതാണോ? സ്റ്റഡി ഓഫ് ഹിസ്റ്ററി നമുക്ക് ഗൂഗിളിൽ കിട്ടും, സെർച്ച് ചെയ്യൂ. ഇന്ന് കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സത്യം പ്രവചിക്കട്ടെ. ഖുർആനെ കുറിച്ചാവട്ടെ, ബൈബിളിനെ കുറിച്ചാവട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് സംവാദം നടത്താം. ജോണസ് സ്പാർക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ ദി റൈസ് ആൻഡ് ഫാൾ ഓഫ് ദി പീപ്പിൾ ആൻഡ് ദി നാഷൻ ഫോർ 4000 years എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ജോണസ് സ്പാർക്ക് അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തില് മഹാഭാരതത്തിനെയൊക്കെ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ സംസ്കാരത്തെ കുറിച്ച് പറയുകയാണ്, ഭാരതീയ സംസ്കൃതിയെ കുറിച്ച്. ഇത്ര മഹത്തായ ഒരു സംസ്കാരം ലോകത്തിലില്ല എന്നാണ് പറയുന്നത്. ഇത് പഠിക്കണം എന്നാണ് പറയുന്നത്. പുതിയ തലമുറ എത്ര ഇതിനകത്തുണ്ടെന്ന് അറിയില്ല. ഓപ്പൺഹൈമർ എന്ന് പറയുന്ന നമ്മുടെ അണുബോംബുമായി ബന്ധപ്പെട്ട ഒരു പുരുഷനുണ്ട്. അദ്ദേഹം ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളും കാണാതെ പഠിച്ചിട്ട് അതിന്റെ വ്യാഖ്യാനം പഠിച്ചിട്ടാണ് അണുബോംബിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് നടൻ ഭഗവത്ഗീതയെ പൂർണ്ണമായും പഠിച്ചിരിക്കുകയാണ്. ഭഗവത്ഗീതയെ പോലെ മാനേജ്മെന്റ് ഉള്ള ഒരു ഗ്രന്ഥം ലോകത്തിലില്ല. അതുകൊണ്ടാണ് സെമിനാരികളിൽ, ക്രിസ്ത്യൻ സെമിനാരിയില് ഇംഗ്ലണ്ടില് ഭഗവത്ഗീതയിലെ ഭക്തിയോഗവും പഠിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? ഏറ്റവും നല്ല ഭക്തനാരാണെന്ന് ഭഗവാൻ കൃഷ്ണനാ പറഞ്ഞത്. ആ കൃഷ്ണനെ മടിയിലിരുത്തിക്കൊണ്ട് മള്ളൂരു ഭഗവതിയുടെ അടുത്തിരുന്നുകൊണ്ട്, ശിവന്റെ അടുത്തിരുന്നുകൊണ്ട് ഗണപതി പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. മള്ളൂര് മാത്രമല്ല, കേരളത്തിലെ 20 ക്ഷേത്രങ്ങളില് കൃഷ്ണനും ഗണപതിയും ഒന്നിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്നിക്കിൽ ഉപദേവതയായിട്ടോ, ഞാൻ വേണ ലിസ്റ്റ് വായിച്ചു തരാം, ഇല്ലെങ്കിൽ പ്രധാന ദേവനായിട്ട് ഗണപതി ഇരിക്കുമ്പോൾ ഗണപതിക്ക് ആദ്യം പ്രസാദം കൊടുക്കാതെ കൃഷ്ണന് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. എന്താ ഇത്? മോശമല്ലേ? അപ്പൊ ശാസ്ത്രം പഠിക്കാതെ, നമ്മുടെ വേദങ്ങളിലെ ആചാരങ്ങളിലുള്ള ഗൃഹ്യസൂത്രങ്ങൾ മനസ്സിലാക്കാതെ, എന്താണ് ആചാരമെന്ന് മനസ്സിലാവാതെ ആചാര ലംഘനമാണ് എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായിട്ട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടിയാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. വളരെ നല്ല കാര്യം. മുഖം മനസ്സിൽ നിന്നു സംസാരിക്കുന്നു എന്നാണ് ബൈബിൾ മത്തായി സുവിശേഷം പറയുന്നത്. മുഖം മനസ്സിൽ നിന്ന് സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. നിങ്ങളുടെ മനസ്സും മുഖവും ഒന്നാണെങ്കിൽ മത്തായി സുവിശേഷത്തെ അംഗീകരിക്കുക. ആ ഗൃഹ്യസൂത്രത്തിനപ്പുറത്ത് പിതൃമേധാ സൂക്തത്തെ കുറിച്ച് ഞാൻ പറയും.
പിതൃമേധാ സൂക്തങ്ങൾ എന്ന് പറയുന്നത് മരണാനന്തര കർമ്മങ്ങളെ കുറിച്ച് പറയുന്നതാണ്. എല്ലാ ഭൗതികവാദികളും പോകുന്നില്ലേ മരണാനന്തര ക്രിയകൾ നടത്താൻ? ഈ ആചാരമാണ്. ആചാരം ഏതാണെന്ന് പഠിച്ചു നോക്കിയാൽ മതി. സുദേശേ പൂർണ്ണമാചാരം, അർദ്ധദേശേ തദർത്ഥകം, അല്ലെ, അന്യദേശേ തദർത്ഥകം എന്ന് തുടങ്ങുന്ന ഭാഗം മുതല് നമ്മുടെ സ്വന്തം നാട്ടിലാണ് എങ്കിൽ എന്ത് ആചാരം നടത്താം എന്നും, അന്യദേശത്തായി പോയാൽ അമ്മ മരിച്ചത് കേട്ടു, ഇന്നൊക്കെ വാട്സപ്പിലാണല്ലോ അച്ഛനും അമ്മയും മരിച്ച വിവരം അറിയുന്നത്, സ്വന്തം അറിയുന്നില്ല. രാവിലെ മാന്തി നോക്കുമ്പോൾ അറിയുന്നത് എടാ അച്ഛൻ മരിച്ചടാ. അങ്ങനെ ആയിക്കോട്ടെ, തദർത്ഥകം, പകുതിയെങ്കിലും ആചാരം നടത്തണമെന്നാണ് വേദം പറയുന്നത്, പിതൃമേധാ സൂക്തം പറയുന്നത്. ഈ ഗൃഹ്യസൂത്രങ്ങളില് ഗണപതിയെ കുറിച്ച് പറയുമ്പോൾ 32 ഗണപതിയെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് പഠിക്കുന്നത് നല്ലതാണ്, ആചാരത്തെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ ഗണപതി ആരാന്ന് മനസ്സിലാവും. ഗണപതിയെ കുറിച്ച് ലോകം കേട്ടിട്ടുള്ളത് ശിവന്റെയും പാർവതിയുടെയും മകനാണെന്നാണല്ലേ. കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികളെ ആരെയും കാണുന്നില്ല. മക്കളെ, ഒറ്റ ചോദ്യം, ബുദ്ധിമാന്മാരാണല്ലോ, ആചാരം എന്താണ്, ദുരാചാരം എന്താണ്, അനാചാരം എന്താണെന്നൊക്കെ ലോകത്തെ പഠിപ്പിക്കാൻ വരുന്ന ആളുകളോടൊരു ചോദ്യം. പരമശിവന്റെയും പാർവതിയുടെയും മകനാണ് ഗണപതി എന്നാണ് ഗണപതിയെ കുറിച്ച് പഠിച്ചിട്ടുള്ളതെങ്കിൽ പരമശിവന്റെയും പാർവതിയുടെയും വിവാഹത്തിന് ഗണപതി ഹോമം നടത്തിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാ? ഒന്ന് പഠിക്കുക. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കിയ ഗണപതിയെയും കൃഷ്ണനെയും പുറത്തു വെക്കണം, ഗണപതിയെയും കൃഷ്ണനെയും ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് ബാലഗോകുലം പറയുന്നത്. അവിടെയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പറയുന്നത്. ബീജഗണപതിയും തുടങ്ങിയിട്ട് മൂലഗണപതിയിലൂടെ വന്ന് പഞ്ചമുഖ ഗണപതിയിലൂടെ വന്ന് അങ്ങനെ 32 ഗണപതിമാരുണ്ട്. ചതുർബാഹുവായ ഗണപതിയുണ്ട്, വലത്തോട്ട് മുമ്പിക്കൈയുള്ള ഗണപതിയുണ്ട്, ഇടത്തോട്ട് മുമ്പിക്കൈയുള്ള ഗണപതിയുണ്ട്, ഒറ്റക്കൊമ്പൻ ഗണപതിയുണ്ട്, 2 കൊമ്പുള്ള ഗണപതിയുണ്ട്. എന്താണ് ഇതിന്റെയൊക്കെ ഫിലോസഫി എന്നറിയോ? പിന്നെ സയന്റിഫിക് ടെമ്പർമെന്റ് ഇല്ല എന്നാണല്ലോ ഒരു ബുദ്ധിജീവി ഒരിക്കൽ അറിയാതെ പറഞ്ഞു പോയത്. ഈ സയന്റിഫിക് ടെമ്പർമെന്റും തടയലും ഒക്കെ ഏതെങ്കിലും ഒരു ആചാരത്തിനോട് മാത്രം മതിയോ? ഹൈന്ദവാചാരങ്ങളോട് മാത്രമാണ് ഇവർക്ക് സയന്റിഫിക് ടെമ്പർമെന്റ് ഇല്ലാത്തത്. ബീജഗണപതി ഹോമം നടത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ ഗണപതിയുടെ രൂപം തന്നെ കണ്ടാൽ അറിയില്ല എന്താ ഗണപതിയുടെ രൂപം, അല്ലേ? ലംബോദരം വിശാലാക്ഷം എന്നൊക്കെ പറയുന്നില്ലേ നമ്മള് ഗണനായകനെ കുറിച്ച്? ആ വലിയ വയറും കുടവയറും തുമ്പിക്കൈയും ആനയുടെ തലയും എന്തൊരു ഇതാണല്ലോ. സയന്റിഫിക് ടെമ്പർമെന്റ് ഇല്ലല്ലോ നിങ്ങളെ ഭഗവാനൊന്നും. അതിനെക്കുറിച്ച് ഗണപതിയെ കുറിച്ച് പഠിച്ചാൽ മതി. ഈ പ്രപഞ്ചത്തിലെ ബീജത്തിന്റെ തനിമയാണ് ഗണപതി, ബീജ ഗണപതി എന്ന് പറയുന്നത്. അത് യോഗശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലുമൊക്കെ മൂലാധാരത്തിന്റെ അടിവശത്തായിട്ട് 3.5 ചുറ്റിയിട്ട് സർപ്പാകൃതിയിൽ വിരാജിക്കുന്ന കുണ്ഡലിനി ചൈതന്യം എന്ന് പറയുന്ന ഒരു തത്വത്തെ കുറിച്ച് പറയുന്നു. കുണ്ഡലിനി, ആ കുണ്ഡലിനിയുടെ ഉള്ളിൽ ഗണപതിയെ ഉള്ളത്. ആ ഗണപതിയെ പ്രസാദിപ്പിക്കാനാണ് ശിവനും പാർവതിയും ഗണപതി ഹോമം നടത്തുന്നത്. അപ്പോൾ ഈ ബീജഗണപതിയിൽ നിന്നാണ് മഹാവിഷ്ണു ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മഹാവിഷ്ണുവും ഗണപതിയും രണ്ടാണ്. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളെ നമ്മൾ പഠിച്ചു. അതില് അംശാവതാരങ്ങളാണ് മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, വാമനാദികളായിട്ടുള്ള അവതാരങ്ങൾ. മത്സ്യം എന്ന് പറയുന്ന സമയത്ത് ജലജീവികളെല്ലാം പെടുന്നു. മത്സ്യം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, അല്ലാണ്ട് ഏതെങ്കിലും അയിലയോ മത്തിയോ ചാളയോ ഒന്നുമല്ല. ജലജീവികളാണ്. ജലജീവികളിലെല്ലാം ഈശ്വരീയ അംശമുണ്ട് എന്ന് അർത്ഥം. പഞ്ചഭൂതങ്ങളിലുള്ള ജലം അത് ഈശ്വരീയമാണ് എന്ന് അർത്ഥം. അതിലെന്തെല്ലാം നമ്മൾ കാണാത്ത ജീവികളുണ്ട് ജലത്തിൽ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് സാധ്യമല്ല. എത്രയോ കോടി ജീവികളുണ്ട്. കൂർമ്മം, ആമ, വെള്ളത്തിലും കരയിലും ഉണ്ടാവുന്ന ഉഭയജീവി. ഉഭയജീവി ഗണങ്ങളെ ഏതെടുത്താലും അത് ഞണ്ടാവട്ടെ, തവളയാവട്ടെ, ഏതും ആവട്ടെ, ഇതിലൊക്കെ ഞാനുണ്ട്. എൻ്റെ അംശമുണ്ട്, നിങ്ങളുടെയൊക്കെ അംശമുണ്ട്. ഈ ജീവികളില്ലെങ്കിൽ നമ്മൾ ജീവിക്കുമോ?
ഇവിടെ നിൽക്കുന്ന തെങ്ങ്, ആ തെങ്ങിലൊരു തേങ്ങ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വിചാരിച്ച് നടക്കുമോ? വെള്ളവും വളവും മാത്രം കൊടുത്താൽ മതിയോ? അത് പൂത്താൽ മതിയോ? അതിനെ കായാക്കണമെങ്കിൽ അതിൻ്റെ ഒരു സർജന സന്ദർഭം, ഒരു ക്രിയേറ്റീവ് മൊമെന്റ് അവിടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ തുമ്പിയോ പൂമ്പാറ്റയോ തേനീച്ചയോ വരണം. തേനീച്ച ജീവിക്കണ്ടേ? ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലത്തിൽ ഒരു അർദ്ധസൂക്തം ശംനോഭവ വിപദേശം ചതുഷ്പദേ, ഇരുകാലികൾക്കും നാൽക്കാലികൾക്കും സുഖമുണ്ടാവട്ടെ. ശംനോഭവ, ശം എന്ന് പറഞ്ഞ മംഗളം, നന്മ, സുഖം അല്ലെ? ശംഭു മംഗളകരൻ. ദിപദേശം ഇരുകാലികള്, ദിപതികൾ. ചതുഷ്പദേ നാൽക്കാലികൾ. ഇനി 4നെ 2 കൂട്ടിയാലും 4നോട് 2 ഗുണിച്ചാലും അല്ലേ, 4 6 കാലികൾക്കും 8 കാലികൾക്കും ഒക്കെ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്ന് അതിൻ്റെ അർത്ഥം. അപ്പൊ ഏതെങ്കിലും വ്യത്യാസമുണ്ടോ? 8 കാലിയും 6 കാലിയും ഇരുകാലിയായ മനുഷ്യനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്ന ഫിലോസഫിയുടെ ആരാധനാമൂർത്തിയായിരിക്കുന്ന ബീജഗണപതിയുടെ ശക്തിയായിരിക്കുന്ന ഗണപതി ക്ഷേത്രത്തിന് മുൻപിൽ അല്ലെങ്കിൽ അവിടേക്ക് തൊഴാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ മക്കള് വന്നു കഴിഞ്ഞാൽ അത് ആചാര ലംഘനമാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ലക്ഷ്യം മറ്റെന്തോ ആണ്. ഇത് തകർക്കുക എന്നുള്ളതാണ് ക്ഷേത്ര സംസ്കാരത്തെ, ഇതൊന്നുമല്ല. ആലോചിച്ച് നോക്കുക. 1600 വർഷമാവുന്നേ ഉള്ളൂ, ആയിട്ടില്ല ഖുർആനുണ്ടായിട്ട്. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നത് എന്നാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ പ്രയാണം ചെയ്യൂ. ആ അള്ളാഹുവിലെത്തുമ്പോഴാണ് നിങ്ങൾക്ക് ശാന്തിയും. ആരാണ് അള്ളാഹു എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നില്ല, അത് വേറെ വിഷയം. ഖുർആൻ ശരിക്കും വായിച്ചു നോക്കുക. നമ്മൾ വ്യാഖ്യാനങ്ങളൊക്കെ കിട്ടാനുണ്ട്. ആ ഖുർആനിൽ നിന്ന് അല്ലെ ബൈബിളിലേക്ക് കടക്കുക. നിങ്ങൾ ബൈബിളിലേക്ക് കടന്നാലും കാണാം ഈശ്വരനെ കുറിച്ച് പറയുന്നത്, ജന്മാന്തരങ്ങളെ കുറിച്ച് പറയുന്നതുമൊക്കെ. ഇവിടെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്നതിനെ തന്നെയാണ് പിന്നീട് എത്രയോ യുഗങ്ങൾക്ക് ശേഷം, കാരണം ഋഗ്വേദത്തിലാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഋത്വസങ്കല്പമുള്ളത്. സാത്വിക രാജസ താമസ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് സാത്വിക ഗുണത്തിന്റെ പ്രതീകമായി വിഷ്ണുവിനെയും രജോ ഗുണത്തിന്റെ പ്രതീകമായിട്ട് ബ്രഹ്മാവിനെയും തമോ ഗുണത്തിന്റെ പ്രതീകമായിട്ട് ശിവനെയും കൽപ്പിക്കുന്നത്. ത്രിഗുണങ്ങളാണ് പ്രപഞ്ചത്തിൽ മുഴുവനുള്ളത്. അതിന്റെ ആ ഗുണകർമ്മ വിഭാഗസഹതകൾ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്തു? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നുണ്ട് ബൈബിളിൽ. ത്രിത്വമാണ്, മാറാൻ പറ്റിയിട്ടില്ല. ലോകത്തിന് ഈശ്വര സങ്കല്പം കൊടുത്തത് ഭാരതമാണ്. ഈ കുണ്ടലിനി ചൈതന്യത്തില് 3.5 ചുറ്റിയിട്ട് കിടക്കുന്ന സർപ്പാകൃതിയിലുള്ള ആ കുണ്ടലിനി ചൈതന്യം, ആ എനർജി എന്ന് പറയുന്നത് ബ്രഹ്മ ചൈതന്യമായിട്ടുള്ള ബീജഗണപതിയാണ്. ഈ ബീജഗണപതിയെയാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാല് ആചാരം അറിയുന്നവരാണല്ലോ. എന്തിനാണ് നമ്മൾ ഗണപതിയെ ഒരു തവണ പ്രദക്ഷിണം ചെയ്തിട്ട് മുട്ടൊക്കെ മടക്കിയിട്ട് ഏത് കാലാണ് ഏത് കാലിലേക്ക് വെക്കുക എന്നൊന്ന് ചോദിച്ചു നോക്കുക കേട്ടോ. ഈ പറഞ്ഞ ആൾക്കാരോട് കാല് മാറി മാറി കളിക്കും. കാല് മാറുന്ന സ്വഭാവമുണ്ടല്ലോ, എപ്പോഴാ മാറുക എന്നറിയില്ല. ഈ ഗണപതിയെ ഒരു പ്രദക്ഷിണം ചെയ്തിട്ടാണ്, ഏകപ്രദക്ഷിണമാണ്, എന്നിട്ട് വന്നിട്ട് ഏത്തമിടും. വിഷ്ണുവിനെയൊക്കെ വിഷ്ണു അവതാരങ്ങളെയൊക്കെ 4 പ്രദക്ഷിണം ചെയ്യും. അതുപോലെ ഒരു മഹാവൃക്ഷമുണ്ട് അശ്വത്ഥം, അരയാൽ. ആ അരയാലിനെ വന്നിട്ട് 7 പ്രദക്ഷിണം ചെയ്യും. എന്നിട്ട് പറയാണ് മൂലതോ ബ്രഹ്മരൂപായ, അരയാലിന്റെ വേരുകൾ ബ്രഹ്മമാണ്. ആ വേരിന്റെ അടിവശമിരിക്കുന്നത് മണ്ണിലാണ്, മണ്ണിന്റെ അടിയിലുള്ളത് വെള്ളമാണ്, ആ വെള്ളത്തിലാണ് ബീജമുള്ളത്. ആ ബീജത്തിൽ നിന്ന് ഈ ബ്രഹ്മാവ് ഉണ്ടാകുന്നത്. അപ്പൊ ബ്രഹ്മാവ് ഉണ്ടായിട്ടുള്ള എവിടുന്നാണ്? ഗണപതിയിൽ നിന്നാണ്. ഗണപതി ബീജമാണ്. പഞ്ചഭൂതങ്ങളെ അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. പൃഥ്വി തേജോ വായു ആകാശങ്ങൾ. ആ ഈ പൃഥ്വി എന്ന് പറയുന്ന ഭൂമിയിൽ ഉറച്ചിരിക്കുന്ന അരയാൽ, അതിന്റെ അടിവശം ഇരിക്കുന്നത് ബ്രഹ്മ ചൈതന്യമാണ്. അതിന്റെ അടിയിൽ ബീജ ഗണപതിയാണ്. അതിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടാവുന്നു. മധ്യതോ വിഷ്ണു രൂപിണേ, പിന്നെ മധ്യഭാഗം വിഷ്ണുവാണ്. അപ്പൊ ഒന്നിൽ തന്നെ ബ്രഹ്മാവ് അല്ലെ, ഗണപതി, ബ്രഹ്മാവ്, വിഷ്ണു, അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ.
ഇതാണ് പ്രാർത്ഥന. നിങ്ങൾ നോക്കൂ, ചൂരൽമലയില് പ്രതിപക്ഷമുള്ള സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. അവിടെ 2-3 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. അവിടെ സേവനത്തിന് പോയി. ഞങ്ങൾ ആ ചിതാഗ്നിയുടെ ഭാഗത്ത് മുഴുവൻ, എന്നോട് അവിടെ ചെന്നപ്പോൾ സംഘത്തിന്റെ മുതിർന്ന ആളുകൾ പറഞ്ഞത്, ഭാഷ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് അടിച്ചു വരൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ അവിടെയൊക്കെ നമ്മുടെ ഡെഡ് ബോഡീസൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 10 പേര് അങ്ങോട്ട് പോയി. ഉച്ചവരെ അതായിരുന്നു പണി. രാവിലെ 6 മണി മുതൽ. ഒരു ക്രിസ്ത്യൻ പള്ളിയിലായിരുന്നു ഞങ്ങൾക്കൊക്കെ കിടക്കാനും ഉറങ്ങാനും ഒക്കെ സ്ഥലം തന്നിരുന്നു, ഒരു പാരിഷ് ഹാളിൽ. അതൊക്കെ വൃത്തിയാക്കി പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, അതൊക്കെ നന്നാക്കി കൊടുക്കണ്ടേ. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കടത്തി വിടുമല്ലോ. പട്ടാളക്കാരെയും പോലീസുകാരെയും ഒക്കെ കയ്യെ കാല പിടിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് മുകളിലൊക്കെ ഒന്ന് പോയിട്ട് കുറച്ചുകൂടെ സേവനങ്ങൾ ചെയ്യണം. 8.5 കിലോമീറ്റർ പുഞ്ചിരിമട്ടത്തേക്ക് നടന്നുപോയി, വെള്ളരിയും മലയും കഴിഞ്ഞിട്ട്. അങ്ങനെ നടന്ന് മുകളിലേക്ക് പോകുമ്പോൾ 3-4 വൃക്ഷങ്ങൾ പിടിച്ചു നിൽക്കുന്നു. ആ താഴെയുള്ള ആ ചൂരൽമലയിലെ നഷ്ടപ്പെട്ടു പോയ ശിവക്ഷേത്രത്തിന് പോലും കാവൽ നിന്ന്, നിങ്ങൾ കണ്ടോ എന്നറിയില്ല, കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഈ ആൽവൃക്ഷം അനങ്ങിയിട്ടില്ല. ഭാരതം പഠിപ്പിച്ചത് നിങ്ങളുടെ ഇവിടെയുള്ള എല്ലാ വൃക്ഷങ്ങളും തകർന്നാലും നശിക്കാത്തൊരു വൃക്ഷമാണ് ആൽവൃക്ഷം. ആ ആൽവൃക്ഷമാണ് ക്ഷേത്രത്തിന് മുൻപിൽ വേണ്ടത്. അതിന് നിങ്ങൾ 7 തവണ പ്രദക്ഷിണം ചെയ്തോളൂ. ശാസ്ത്രം, പോസ്റ്റ് മോഡേൺ സയൻസ് പറയുന്നു, ആൽവൃക്ഷത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓസോൺ അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആചാരങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ വേദങ്ങൾ പഠിക്കണം. ആയുർവേദം പഠിക്കണമെങ്കിൽ വൃക്ഷായുർവേദം പഠിക്കണം. ആ വൃക്ഷായുർവേദമുള്ളത് ഋഗ്വേദത്തിലും അഥർവത്തിലുമാണ്, 2 വേദങ്ങളിലാണുള്ളത്. ആയുർവേദത്തിന്റെ 2 ഭാഗങ്ങൾ കിടക്കുന്നത് ഋഗ്വേദത്തിലും അഥർവവേദത്തിലുമാണ്. അത് പഠിച്ചാൽ മതി. ഈ ശാസ്ത്രീയമല്ലാത്ത ആചാരങ്ങളെ കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ ദുരാചാരം എന്നോ അനാചാരം എന്നോ പറയുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആചാരമല്ല, ആചാര ലംഘനത്തെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഒന്നുകിൽ അനാചാരമാണ് അല്ലെങ്കിൽ ദുരാചാരമാണ്. അടുത്ത അന്ധവിശ്വാസമാണ് അല്ലേ? ആചാരം, അനാചാരം, ദുരാചാരം, അന്ധവിശ്വാസമുണ്ട്. ഇതിനേക്കാളൊക്കെ ഭയങ്കരമാണ്. പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തില് 2 പാവം അമ്മമാരെ, ലോട്ടറി വിറ്റ് നടക്കുന്ന അമ്മമാരെ പിടിച്ചോണ്ട് വന്നിട്ട് ഭൗതികവാദികളാണ് പറഞ്ഞത്, ഞങ്ങൾ സ്വർഗത്തിലേക്ക് കടത്തിവിടാം, നിങ്ങളെ സിനിമയിലെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അവയവങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞു. അന്ധവിശ്വാസം. അന്ധവിശ്വാസം ഏറ്റവും കൊണ്ടു നടക്കുന്ന ഭൗതികവാദികളാണ്. കാരണം അവർക്ക് പേടിയാണിതിനെ. ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ പഠിച്ചിട്ടുള്ള ശാസ്ത്രമനുസരിച്ച ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒക്കെ ഞങ്ങളിൽ തന്നെയുണ്ട്. പ്രാതസ്മരണ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നിട്ട് സ്വന്തം കയ്യിൽ നോക്കിയിട്ട് കണ്ണു തുറക്കും. എന്നിട്ട് പറയും, കരാഗ്രേ വസതേ ലക്ഷ്മി. ലക്ഷ്മി എവിടെയായിരിക്കുന്നത്? എൻ്റെ കയ്യിന്റെ അറ്റത്തായിരിക്കുന്നത്. എന്നിലാണ് ലക്ഷ്മി ഭഗവതി ഉള്ളത്. കരമധ്യേ സരസ്വതി. അയ്യോ, ലക്ഷ്മിയെ സരസ്വതിനെയും കൂടി ഒരു സ്ഥലത്ത് എത്താൻ പറ്റുമോ? ആചാര ലംഘനമാണ്. നിങ്ങളെ കൈ മുറിക്കടാ. കരമൂലേത് ഗോവിന്ദ. മഹാവിഷ്ണുവിരിക്കുന്ന ഏറ്റവും മൂലക്കല്, കരമൂലത്തില്, മണിബന്ധത്തില് പ്രഭാതേ കരദർശനം. അത് കണ്ടാൽ മതി രാവിലെ. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവനെ കാണുമ്പോൾ അവനെ കാണുന്നത് ദുരാചാരമായിട്ടും അന്ധവിശ്വാസമായിട്ടും വിചാരിക്കരുത്. അതാണ് അന്ധവിശ്വാസം. അപ്പൊ ഈശ്വരൻ എങ്ങനെയുണ്ട്? എന്റെ കയ്യിലിരിപ്പാണ് ഈശ്വരൻ. അതാണ് എന്റെ കയ്യിൽ ഈ മൂന്നുണ്ട്. എന്റെ കയ്യിലിരിപ്പ് നന്നായാൽ ഈശ്വരൻ എന്റെ കൂടെ ഉണ്ട് എന്ന് അർത്ഥം. അത്രയേ ഉള്ളൂ. അതിന്റെ നൈതികതാണ്. ഇത് പഠിപ്പിച്ച സ്ഥലമാണ് ബാലഗോകുലവും ഭാരതീയ വിദ്യാനികേതന്റെ വിദ്യാലയങ്ങളും ഒക്കെ. ബാലഗോകുലം തുടങ്ങിയത് 1979-80കളിലാണ്. പ്രതിഭടൻ അത് പരാമർശിച്ചു അധ്യക്ഷൻ. 75-ല് ഘോരമായ ഒരു അന്തരീക്ഷം 19 മാസക്കാലം ഭാരതത്തിനുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവും, ഞാൻ എടുത്തു പറയുന്നില്ല. ഭാരതീയ ദർശനത്തില്, ജീവിത രീതിയില്, പൈതൃകത്തില്, ദേശീയതയില് അടിയുറച്ച ആളുകളെ മുഴുവൻ അടിച്ചും കൊന്നും എന്നും കണ്ണുകുത്തിപ്പൊട്ടിച്ചും കാലൊടിച്ചും നട്ടല്ലിടിച്ചും ജയിലറകളിൽ നിറച്ച 19 മാസക്കാലം. 75 ജൂൺ 23 മുതൽ 19 മാസക്കാലം. ആ കാലത്തെ മനസ്സിലാക്കിയപ്പോഴാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുതിർന്ന ചില പ്രചാരകന്മാര്, സംഘത്തിന്റെ ചില മുതിർന്ന കാര്യകർത്താക്കൾ തീരുമാനിച്ചത്, വരുന്ന തലമുറയ്ക്ക് ഒരു സംസ്കാരം ഉണ്ടാവണം.
മതത്തിന്റെ സംസ്കാരമല്ല, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ സംസ്കാരമല്ല, ജാതിയുടെ സംസ്കാരമല്ല, ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വർഗത്തിന്റെ സംസ്കാരമല്ല, മറിച്ച് ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്ന് പാടുന്ന സംസ്കാരം ഉണ്ടാവണം എന്ന് വിചാരിച്ചത്. അതിന്റെ ബീജാവാപമാണ് ബാലഗോകുലം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ സാംസ്കാരിക പ്രസ്ഥാനം. 1987 റഷ്യയിൽ നിന്നൊരു സാംസ്കാരിക സംഘം ബാലഗോകുലത്തെ കുറിച്ച് പഠിക്കാൻ കേരളത്തിൽ വന്നു. അത് നമുക്കറിയോ മക്കളെ? അന്ന് റഷ്യയിൽ ഭൗതികവാദമായിരുന്നല്ലോ. 1917 മുതൽ ബോൾഷെവിക് റവല്യൂഷൻ മുതൽ ബെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും തമ്മിലുള്ള സംഘർഷമൊക്കെ ഉണ്ടല്ലോ. ആ സംഘർഷമൊക്കെ കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞപ്പോ റഷ്യ ഇങ്ങനെ തകർന്നു പോവുക. ഭൗതികവാദം ഗ്ലാസ്നോസ്റ്റും പെരിസ്റ്റോയിക്കയും ഒക്കെയാക്കി മാറ്റി നോക്കിയിട്ടും 91, 92 തകർന്നു പോയല്ലോ. ലിത്വാനിയും എസ്റ്റോണിയയും ചെചനിയും ഒക്കെ ആയിട്ട് അടിഞ്ഞിപ്പോഴും നമ്മൾ ഏറ്റവും ലോകത്തിലെ വലിയ രാഷ്ട്രം റഷ്യയാണെന്നൊക്കെ പറയുമ്പോഴും അതിന്റെ യൂണിറ്റി ഒക്കെ പോയി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പണ്ട് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം കിട്ടുമായിരുന്നു. വലിയ നല്ല മിനുസമുള്ള തട്ടയാണ്. അതിങ്ങനെ പറിച്ചെടുത്തിട്ട് ഞങ്ങൾ പുസ്തകത്തിനിടും. കാരണം വീട്ടിൽ നിന്ന് പൈസ തന്നിട്ടൊന്നും പുസ്തകത്തിന് ചട്ടയിടാൻ ഇന്നത്തെ പോലെ ബ്രൗൺ പേപ്പറൊന്നും വാങ്ങിത്തരില്ല. പള്ളി പൊട്ടിയ ടൗസറും മൂട് കീറിയ ടൗസറും ഇട്ടാണല്ലോ സ്കൂളിലേക്ക് പോവുക. തലേദിവസം ഏട്ടൻ പാളയിൽ ഇരുത്തിയിട്ട് വലിച്ചതാണ്. ഇറക്കത്ത് വലിച്ചപ്പോ ഞാനങ്ങ് മാറിപ്പോയി, പാള വേറെ വഴിക്ക് പോയി, ടൗസറിന്റെ മൂട് കീറിപ്പോയി. ഞങ്ങൾക്കാകെയുള്ളത് ഈ സോവിയറ്റ് യൂണിയന്റെ പേജ് എടുത്തിട്ട് പുസ്തകത്തിന് ചട്ടയിടുക. പക്ഷേ ഔട്ടർ സ്പേസ് എന്ന് പറയുന്ന റഷ്യയിലെ അന്നത്തെ പത്രവും ശാസ്ത്രീയ മാനങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്ന പത്രം, ഔട്ടർ സ്പേസ് വായിച്ചവരിവിടെ ഉണ്ടോ? അനാചാരികൾ ദുരാചാരികൾ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പത്രം ഉണ്ടായിരുന്നു, പ്രാവുദ എന്ന് പറയുന്ന പത്രം, ഔട്ടർ സ്പേസ് എന്ന് പറയുന്ന പത്രം. ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ടുണ്ട്. കാരണം സോഷ്യലിസമാണല്ലോ, ലോകത്തെ സോഷ്യലിസത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പഠിക്കണ്ടേ നമുക്ക്. അടുത്ത സോഷ്യലിസം നശിക്കാൻ കാലത്ത് ബാലഗോകുലത്തെ കുറിച്ച് പഠിക്കാൻ വന്നു. പാവം അല്ലേ? 91, 92 സോഷ്യലിസം തകർന്നു. അതിനെ പിടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 34 വർഷക്കാലം നമ്മുടെ ഭാരതത്തിലൊരു പ്രദേശത്ത് സോഷ്യലിസം വിതച്ചിരുന്നത്. സിംഗൂരിലും നന്ദിഗ്രാമിലും ഒടുവിൽ ഒരു നന്ദിയുമില്ലാതെ ലക്ഷക്കണക്കായ പാവപ്പെട്ട മുസ്ലിങ്ങളെ അറുത്ത് കൊല കൊടുത്ത ഭൗതികവാദികളെ കുറിച്ച് പഠിച്ചാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഭൗതികവാദികളെ? ഇന്ന് ചില ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. സ്വസ്ഥമായിട്ടൊരു മതത്തിന് ജീവിക്കാൻ അനുവാദം കൊടുക്കാത്ത രാഷ്ട്രമായിട്ട് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങള് ലോകത്തിൽ ഉയർന്നു വന്ന സമയത്ത് ഈ നമ്മുടെ നാട്ടിലും വന്നപ്പോൾ അതിനുവേണ്ടി പേരാമൂളികളായ സാഹിത്യകാരന്മാര് KG ശങ്കരപ്പിള്ളയെ പോലെ മലയാളത്തിലുണ്ടായിരുന്ന കവികള് ബംഗാൾ എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിരുന്നു. അയച്ചിട്ടുള്ളവരുണ്ടാവും. ബംഗാളിൽ നിന്നൊരു വാർത്തയുമില്ലല്ലോ എന്നാണ് ആ കവിത തുടങ്ങുന്നത്. ബംഗാളിലെ എൻ്റെ ബന്ധുക്കളും എൻ്റെ കുടുംബക്കാരും എൻ്റെ വേണ്ടപ്പെട്ടവരുമെല്ലാം കൊല്ലപ്പെടുകയാണോ നശിക്കപ്പെടുകയാണോ എന്നൊക്കെ അസ്വസ്ഥപ്പെടുന്ന അന്ധനായ ധൃതരാഷ്ട്രം ഇങ്ങനെ പറയുന്നത് പോലെയുള്ള ഒരു കവിത. എന്നിട്ട് ആ KG ശങ്കരപ്പിള്ള പറഞ്ഞത് ബംഗാളിനെ കുറിച്ച് പഠിക്കാനായിരുന്നു. KG ശങ്കരപ്പിള്ളയുടെ ആ കവിത എന്ന് പറയുന്ന സമാഹാരം, KG ശങ്കരപ്പിള്ള കവിത എന്ന സമാഹാരം, ആ സമാഹാരത്തിൽ മുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. ഒരു മുണ്ട് അലക്കാൻ കൊണ്ടുപോയിട്ട് അതിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചുവന്ന നിറമുള്ള കര ഇങ്ങനെ പരന്ന് മുണ്ടിൽ മുഴുവനാവുകയാണ്. ലോകം മുഴുവൻ ചുവപ്പ് ഇങ്ങനെ പരക്കാൻ പോവുകയാണ്. എന്തൊരു സന്തോഷമുള്ള കവിതയായിരുന്നു എന്നറിയോ. ഗൗളിവാൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു കവിതയുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ആചാരവും വിനാചാരവും അനാചാരവും അന്ധവിശ്വാസവും ഒക്കെ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ചില ന്യൂനപക്ഷങ്ങളാണ് കേട്ടോ ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്. ഒന്നിക്കലും വിവരം കേട്ടോ ഒരു വിഡ്ഢികള്, ഊഷ്മാണ്ടം എന്നൊക്കെ പറയല്ല, കുമ്പളങ്ങ അങ്ങനെ ആയുർവേദത്തിൽ പറയും, വിഡ്ഢി കൂഷ്മാണ്ടം എന്ന് പറയും. തല ഇങ്ങനെ വലിപ്പമൊക്കെ ഉണ്ടാവും കുമ്പളങ്ങ പോലെ, പക്ഷെ പൊട്ടിച്ചു നോക്കിയാൽ വെള്ളം ഒഴിക്കുന്നതാണ്, അതിൻ്റെ അകത്ത് കുറെ ചണ്ടി ഉണ്ടാവുന്നത്. കുഷ്മാണ്ഡ രസായനത്തിന് പറ്റും കേട്ടോ. പക്ഷെ കുഷ്മാണ്ഡ രസായനത്തിൽ മേമ്പൊടികൾ വേറെ കുറെ വേണം, എന്നാലേ ആ കൂഷ്മാണ്ഡം നന്നാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പറയുന്നത്. വെറും കൂഷ്മാണ്ടായി നടന്നിട്ട് കാര്യമില്ല. ആ ശങ്കരപ്പിള്ളക്ക് പിന്നീട് തിരുത്തി എഴുതാൻ പറ്റിയില്ല. ആലോചിച്ച് നോക്കുക. മറിച്ച് ബാലഗോകുലം വളർന്നു വന്നു.
ഏതാണ്ട് അതിന് മുൻപ് തന്നെ വളർന്നു വന്ന പ്രസ്ഥാനമായിട്ട് പല സാംസ്കാരിക ദേശീയ പ്രസ്ഥാനങ്ങളും ഭാരതത്തിലുമുണ്ടായി, കേരളത്തിലുമുണ്ടായി. ഭാരതത്തിന്റെ ഭാഗങ്ങളിൽ 34 വർഷം കൊണ്ട് ആ പശ്ചിമ ബംഗാളിലെല്ലാം തകർന്നടിഞ്ഞു. ഇന്ന് മറക്കരുത്, ഇന്ന് ലോകത്തിലെവിടെയെങ്കിലും മനുഷ്യന്റെ മലം തലയിൽ ചുമന്ന് ജീവിക്കുന്ന നാടുണ്ടെങ്കിൽ അത് പശ്ചിമ ബംഗാളാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ വന്നു എന്ന് പാവം ഇതിനിടയിൽ എവിടെയും ബംഗാളികൾ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരോട് ചോദിച്ചാൽ മതി, എന്തിനാണ് നിങ്ങൾ ബംഗാളിൽ നിന്ന് നാട് വിട്ടത്? നിങ്ങളുടെ അച്ഛനാരാണ്? നിങ്ങളുടെ അമ്മയാരാണ്? നിങ്ങളുടെ സംസ്കൃതി എന്താണ്? നിങ്ങളുടെ പിതൃത്വം എന്താണ്? നിങ്ങളെങ്ങനെ ജീവിച്ചു? നിങ്ങളെന്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാടുവിട്ടു? ഭൗതികവാദികളുടെ കുത്തിത്തിരിപ്പുകളിലൂടെ കുടുംബം നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ബംഗാളികളോട് ചോദിക്കൂ, എങ്ങനെയാണ് അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർത്തത്? അതിന്റെ ആദ്യ പടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറന്നു പോകരുത് വിശ്വാസികളെ. ക്ഷേത്രം തകർക്കാനുള്ള ശ്രമത്തിന്റെ ബുദ്ധിപരമായ നീക്കമാണ്. അത് തകർക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഉപ്പുമൂടാതെ വിഴുങ്ങിയിട്ട് ഓടുന്ന തിരിച്ചുപോയാൽ വരുന്ന തലമുറ നിങ്ങളുടെ വീട്ടിലെ ഭിത്തികളില് നിങ്ങളുടെ പദങ്ങൾ ഇങ്ങനെ തൂങ്ങുമ്പോൾ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ അവർ ചോദിക്കും, നിങ്ങളൊക്കെ എവിടെ ആടിനെയും പശുവിനെയും മേച്ചിട്ടായിരുന്നു അമ്പലത്തിന്റെ പറമ്പുകളിലൂടെ നടന്നത് എന്ന്. അങ്ങനെ ചോദിക്കാൻ അവസരമില്ലാതിരിക്കാൻ ചിന്തിക്കുക. ബംഗാളിനെ പോലെ കേരളമാവാതിരിക്കണമെങ്കിൽ ചിന്തിക്കുക. പ്രത്യയശാസ്ത്രങ്ങൾ എവിടെ നിങ്ങളുടെ? പശ്ചിമ ജർമ്മനിയിൽ ഉണ്ടായിരുന്നല്ലോ. പൂർവ്വ ജർമ്മനിയും പശ്ചിമ ജർമ്മനിയും രണ്ടാക്കി മാറ്റിയിട്ട് പ്രത്യയശാസ്ത്രത്തിന്റെ വളർച്ച ഒടുവിൽ ആ വലിയ വൻമതിൽ തകർന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ജനത ആഗ്രഹിച്ചത്. സന്യാസിന്റെ കാലത്തെ പതാകയിലേന്തിയിട്ടാണ് യുവാക്കന്മാര് 1991 തിയാനമൻ ചത്തുരത്തിൽ കൂടിയ 90 ലക്ഷം കുട്ടികളെ, ചൈനയില് ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ കുട്ടിയെ ഉണ്ടാവുള്ളൂ. ആ തരത്തിലുള്ള 90 ലക്ഷം കുട്ടികളെ ചവിട്ടി മതിച്ച് കടന്നുപോയിട്ട് അതില് 90,000-ലധികം കുട്ടികൾ ചത്തൊടുങ്ങിപ്പോയി. അയച്ചിരുന്നോ പത്രം? ശ്രീധർ മാഷ് എൻ്റെ കൂടെ എൻ്റെ മോനോട് ചോദിച്ചു, മോനെ പേപ്പർ വായിക്കലുണ്ടോ എന്ന് ചോദിച്ചു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് 87 ഒരു ലേഖനം വന്നിരുന്നു. ആഴ്ചപ്പതിപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഈ പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതില് കംബോഡിയ എന്ന് പറയുന്ന ഒരു ഭൗതികവാദ രാഷ്ട്രത്തെക്കുറിച്ചൊരു ലേഖനം, സചിത്ര ലേഖനമുണ്ട്. കംബോച്ചിയ എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. കംബോഡിയയിൽ ഇന്ന്, അതുകൂടി അതിനിടയ്ക്ക് പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമുള്ള സ്ഥലം കംബോഡിയയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമുള്ള അത് ഗണപതിയാണ്. സാന്ദർഭികമായിട്ട് വന്നതാണ് എനിക്ക് ചിന്തയിൽ. ഗണപതി ആരാന്ന് മനസ്സിലായില്ലേ? എന്റെ ചിന്തയിലേക്ക് വന്നതാണ്. ആ കംബോഡിയ എന്ന് പറയുന്ന രാഷ്ട്രത്തില് 25 വർഷം പോൾപോട്ട് എന്ന് പറയുന്ന നരാധമനായ ഭൗതികവാദി ഭരിച്ചപ്പോൾ 25 ലക്ഷത്തിലധികം ഇതര ചിന്തകന്മാരെ നശിപ്പിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു, കഴുത്തുവെട്ടിക്കളഞ്ഞു. അവരുടെ കൂടെയുള്ള കൊച്ചു കുട്ടികളെ മറവു ചെയ്തിരിക്കുന്ന ആ ശവപ്പറമ്പിൽ നിന്ന് മാന്തിയെടുത്തൊരു വർഷം കഴിഞ്ഞ് മാന്തിയെടുത്ത 2500ഓളം തലയോടികൾ, കുട്ടികളുടെ തലയോടികൾ കൊണ്ട് ആ ഏകാധിപതിയായ ഭൗതികവാദി തന്റെ സ്വീകരണ മുറിയിൽ ആ കംബോഡിയയുടെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നു. ആവശ്യമുള്ളവര് എന്റെ നമ്പർ കൊടുക്കുന്നു, പ്രദീപേട്ടനോടോ ഒക്കെ ശ്രീധരൻ മാസ്റ്ററോടൊക്കെ വാങ്ങിക്കുക, ശ്യാംജിനോട് വാങ്ങിക്കുക, സുരേഷ് മാസ്റ്ററോട് വാങ്ങിക്കുക. ഞാനത് അയച്ചു തരാം, മാതൃഭൂമിയുടെ പേജ് അയച്ചു തരാം. ഭൗതികവാദം ലോകത്തിന് കൊടുത്ത സമ്മാനം. ലക്ഷക്കണക്കിന് ആളുകളെയാണ് സ്റ്റാലിൻ എന്ന നരാധമൻ കൊന്ന് കുഴിച്ചു മൂടിയത്. ബലൂചിസ്ഥാനിലെ ചതുപ്പ് നിലങ്ങളില് കാട്ടുറുമ്പുകളെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുന്ന തന്ത്രം വരെ പ്രയോഗിച്ചിരുന്നു. അങ്ങനെ ഹനോയ്ക്കറയും റുക്കാനോക്കറയും ചസസ്ക്യൂനെയും തുടങ്ങി പറഞ്ഞാൽ ഒടുങ്ങാത്തതാണ്. ഇവരാണ് ഈ ഭൗതികവാദത്തിന്റെ തലച്ചോറുമായി നടക്കുന്ന ആളുകളാണ്. ആചാരം എന്താണ്, ആചാര ലംഘനം എന്താണ്, ദുരാചാരം എന്താണ്, അനാചാരം എന്താണ്, അന്ധവിശ്വാസം എന്താണ് എന്ന് നമ്മുടെ നാടിനെ പഠിപ്പിക്കുന്നത്. പഠിക്കണോ വേണ്ടിയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ കുട്ടികളോട് പറയുക എന്ത് പഠിക്കണം. പറഞ്ഞല്ലോ മാന്യ അധ്യക്ഷൻ,
നമ്മുടെ നാട് മുഴുവൻ എന്താ പണ്ടുണ്ടായിരുന്നത് കേവലം എന്റെ കൂടെ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളായിട്ടും പറയുക, പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്നത് കല്ല് കഞ്ചാവ് എന്നൊക്കെയാണ്. ഇപ്പൊ എങ്ങോട്ടൊക്കെയാ പോയത് മാഷ്? ഹാശിഷും ബ്രൗൺ ഷുഗറും ചരസും ഭംഗും തുടങ്ങിയിട്ട് കയറി നിന്ന് MDMA എത്തി നിൽക്കുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കൊടുക്കാൻ നമുക്കെന്തെങ്കിലും സംസ്കാരം കൊടുക്കാനുണ്ടോ മക്കൾക്ക് നമ്മുടെ കയ്യിൽ? ഭൗതിക സുഖങ്ങളിലേക്ക് കുട്ടികളെ തള്ളിവിട്ട്, സമൂഹത്തിനെ തള്ളിവിട്ട്, കുടുംബ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് അനാചാരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിലേക്ക് പാവം സ്ത്രീകളെ കാശ് കൊടുത്തിട്ട് അങ്ങനെയാണല്ലോ ചെയ്തത്. എനിക്ക് ആ സ്ത്രീകളോടൊരു വിഷമവും തോന്നിയിട്ടില്ല. അവർക്ക് മനസ്സിലാവാഞ്ഞിട്ട് ഈ അടുത്ത കാലത്താണ് നമ്മുടെ നഗരത്തിൽ, കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഒരുത്തൻ വന്നിട്ട് ഇളക്കി മറിക്കാൻ നോക്കിയത്. ആളുകളെല്ലാം കൂടി അവനെ പിടിച്ച് പോലീസ് കൊടുത്തപ്പോൾ, നമ്മുടെ കേരളത്തിലെ പോലീസാണല്ലോ, പെട്ടെന്ന് ഉത്തരം കിട്ടുമല്ലോ അവർക്ക്. അവന് തലയ്ക്ക് നല്ല സുഖമില്ല. അതെ, ഞാൻ പറഞ്ഞത് ശരിയാണ്. യവന്മാർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. അവരെ പോലെ ആക്കി മാറ്റണം മറ്റുള്ളവരെ. നമ്മുടെ അടുത്ത തലമുറയെ ഭ്രാന്തന്മാരാക്കി മാറ്റണം. MDMA മദ്യത്തിലൂടെ, മയക്കുമരുന്നിലൂടെ. 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോളൂ, നമ്മുടെ മഹാക്ഷേത്രങ്ങളുടെ നടയിലെല്ലാം ബിവറേജ് കോർപ്പറേഷൻ വരും. ഈ ഓണാഘോഷത്തിനിടയ്ക്കല്ലേ കേരളത്തിലെ ഒരു ക്ഷേത്രത്തില്, ഒരു ഭഗവതി ക്ഷേത്രത്തില് ഇത്തരം ആചാരങ്ങളെ കുറിച്ച് പറയുന്ന ആളുകൾ അവിടെയുണ്ട്. അവരെന്താ ചെയ്തെന്നറിയോ? ഒരു കൂപ്പൺ മത്സരം നടത്തി. ആ മത്സര കൂപ്പണില് 1ാം സമ്മാനം 10 കിലോ ബീഫ്. ആരെങ്കിലും വായിച്ചോ? നമ്മുടെ മലയാളത്തിലെ പത്രങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പണ്ട് CK ചന്ദ്രൻ മാഷ് പറഞ്ഞതാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു CK ചന്ദ്രൻ. CK ചന്ദ്രൻ മാഷോട് ചോദിക്കുക, ഞാൻ പറഞ്ഞത് തെറ്റാണോ? 89-ലാണ് അയാൾ പറഞ്ഞത്. 1989 വയനാട്ടിൽ പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു പൊതുപരിപാടിയിൽ, ഒരു ചർച്ചയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞാണ്, കേരളത്തിലെ പത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഉച്ചവരെ പരസ്യം നോക്കാനും, ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ പുറകിൽ തുടയ്ക്കാനും പറ്റും. വെള്ളം കിട്ടാത്ത ചില സ്ഥലത്ത് കടലാസ് കൊണ്ട് തുടക്കിയല്ലോ. അതുപോലെയുള്ള ചില പത്രങ്ങളിൽ ഇതൊന്നും കാണില്ല. നിങ്ങൾ കേരളത്തിലെ വലിയ വലിയ പത്രങ്ങളുണ്ടല്ലോ, അതിലൊന്നും ഇത്തരം വാർത്തകൾ വരില്ല. ക്ഷേത്രങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ബീഫ്, 10 കിലോ ബീഫ് 1ാം സമ്മാനം കൂപ്പൺ ഇറക്കിയാണ് ക്ഷേത്ര കമ്മിറ്റി. അങ്ങോട്ടാ പോകുന്നത് കേട്ടോ. ബീഫ് വേണമെങ്കിൽ നിങ്ങൾ തയ്യാറായിക്കോ, എനിക്കൊരു കുഴപ്പമില്ല, കാണാൻ വേണ്ടി തീരുമാനിച്ചാൽ മതി. പക്ഷെ ഇതൊക്കെ അവസാനം ഇങ്ങോട്ട് പോകുന്നല്ലോ. അവസാനം പോകുന്നത് ഒന്നുകിൽ ഇത്തരം ക്ഷേത്രവിശ്വാസവുമായിട്ട് നടക്കുന്ന, ഇത് കേൾക്കുന്ന പല ആളുകളുണ്ടല്ലോ, ഈശ്വരനെ വിശ്വസിക്കുന്ന, അവർ ഒന്നുകിൽ നാട് വിടണം. എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല, എന്നോട് ചോദിക്കരുത്. പാകിസ്ഥാനിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല, ബംഗ്ലാദേശിലേക്ക് തീരെയാവില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക അല്ലേ? അടുത്ത പ്രധാനമന്ത്രിക്ക് അങ്ങോട്ട് വരുന്നു, പിന്നെ നമ്മൾ അങ്ങോട്ട് എങ്ങനെ പോവുക? ഒന്നുകിൽ നാട് വിടുക, അല്ലെങ്കിൽ മതം മാറുക, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. 3-1 തീരുമാനിച്ചോളൂ. 4-ാമത്തെ എന്തെങ്കിലും നിങ്ങൾ സ്വന്തം തീരുമാനിച്ചോളൂ. ഇവിടേക്ക് നമ്മുടെ സമൂഹത്തിനെ കൊണ്ടുപോവുകയാണ്. ആ ഗണപതി നമ്മുടെ ചൈതന്യമായിരിക്കുന്ന, കുണ്ഡലിനി ചൈതന്യമായിരിക്കുന്നത് കൃഷ്ണനെ മടിയിലിരുത്തുമ്പോൾ ആ ഗണപതിയുടെ ചൈതന്യത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാണുന്നത് എന്നാണ് നമ്മുടെ സംസ്കാരം കുട്ടികളെ പഠിപ്പിക്കുന്നത്. വിശ്വം വിഷ്ണു വശൽക്കാരം വിഷ്ണു പുരാണത്തിലും സഹസ്രനാമത്തിലും ഒക്കെ കാണാം. വേദങ്ങളെ പഠിച്ചോളൂ. വേദങ്ങളിൽ നിന്ന് വേദാംഗങ്ങൾ പഠിച്ചാൽ കൃത്യമായിട്ട് ഇതിന് ഉത്തരം കിട്ടും. ഇതൊന്നും കളവ് പറയുന്നതല്ല. ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച 2-3 ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, കാർൽ മാർക്സിന്റെ ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വാർ ഓഫ് 1857 എന്ന് പറയുന്ന പുസ്തകം. കാർൽ മാർക്സിന്റെ പുസ്തകമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം 1857. അത് മോസ്കോ ഫോറിൻ ലാംഗ്വേജ് പബ്ലിഷിംഗ് അതോറിറ്റി അടിച്ചിറക്കിയതാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പൊ എവിടെയും കിട്ടാനുണ്ടോ എന്നറിയില്ല, ഞാൻ വേണേൽ സംഘടിപ്പിച്ച. അതിനകത്ത് മാർക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭാരതത്തിനെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷുകാരാണ്.
പച്ച മലയാളീകരിച്ച് ഞാൻ പറയാം. പക്ഷെ ആ മുഖമുണ്ടല്ലോ, ബ്രിട്ടീഷുകാർ വെച്ചുകൊടുത്തിരിക്കുന്ന അടിമത്തത്തിന്റെ ആ മുഖം വരുന്ന ഒരു 50 വർഷത്തിനിടയിൽ ഭാരതീയർ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കുന്നത് കാണാം. കാരണം ഭാരതത്തിലെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് നാം വിശ്വസിക്കുന്ന ജാട്ടുവർഗങ്ങളിൽ പെടുന്ന ആളുകളിൽ പോലുമുള്ള കുലീനതയുടെ ഒരു സംസ്കാരമുണ്ട്. മാർക്സിന്റെ ഭാഷയാണ്. അതാണ് ഭാരതത്തിനെ നിലനിർത്തുന്നത്. അതിനെ തകർക്കാൻ സാധിക്കില്ല. പിന്നീട് മാർക്സ് പറയുന്നുണ്ട്, ഈ സംസ്കാരത്തെ തകർക്കണം. ആദ്യം മനസ്സിലാക്കുക, ഈ സംസ്കാരത്തെ തകർക്കണം, ഭിന്നിപ്പിക്കുക, തമ്മിലടിപ്പിക്കുക, തകർക്കുക. രണ്ടാമത്തെ ഗ്രന്ഥം പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, ബഹുമാനപ്പെട്ട നെഹ്റുവിന്റെ 2 ഗ്രന്ഥങ്ങൾ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഒന്ന് ഡിസ്കവറി ഓഫ് ഇന്ത്യ, 2. ഈ 2 ഗ്രന്ഥങ്ങളും പഠിച്ചു നോക്കുക. ഭാരതത്തിന്റെ അത്യപൂർവമായ സാംസ്കാരിക തനിമയെക്കുറിച്ചു, നന്മയെക്കുറിച്ചു, വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഉപനിഷത്തിന്റെയും സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. പോസിറ്റീവായിട്ട് പഠിക്കുന്നതാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കട്ടെ, വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കില്ല. ഇന്ന് നമ്മളെ കുട്ടികൾ പഠിക്കുന്നത് മുഴുവൻ മാന്തിയിട്ടാണ്. അതും കൂടെ ഞാൻ പറയാൻ ഇടയ്ക്ക്. മക്കളെ, നിങ്ങൾ വീട്ടിലിരുന്നിട്ടോ പുറത്തിരുന്നിട്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. എന്നോട് ഒരാൾ ഈ അടുത്ത ദിവസം വിളിച്ചിട്ട് ചോദിക്കും, അല്ല മാഷെ, ഈ ദശപുഷ്പങ്ങൾ എത്ര എണ്ണം? ഞാൻ ചോദിച്ചു, ദശം എന്ന് പറഞ്ഞാൽ എത്രയാണോ? ദശം എന്ന് പറഞ്ഞാൽ 10. പക്ഷെ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ 12 എണ്ണം കിട്ടുന്നുണ്ടല്ലോ. അതാണ് ഒരു ഉദാഹരണം. ഗൂഗിളിൽ മാന്തിയിട്ടൊന്നും പഠിക്കാൻ പോകരുത്. അതുകൊണ്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. ചിലപ്പോൾ ഗൂഗിളിൽ മാന്തിയിട്ട് പലതും അതിലങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ മുട്ടടിക്കും. അതിനുള്ള പരിപാടി ഞങ്ങൾ കാണിച്ചു തരും. വിറക്കി സംസ്കൃതം പഠിച്ചിട്ട് കൃത്യമായിട്ടിരുന്ന് പഠിച്ചിട്ട് വരട്ടെ. മാക്സ് മുള്ളറെ പോലെ ഗൂഗിളിൽ മാന്തരുത്. ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദം കൊണ്ട് വിക്കി ഗ്രന്ഥശാലയെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ നെറ്റിലടിച്ചാല് വിക്കി ഗ്രന്ഥശാലയിൽ ശങ്കരാചാര്യ ഭജഗോവിന്ദം കിട്ടും. ഇതിൽ ആദ്യത്തെ ശ്ലോകം കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നാളെ നെറ്റിൽ ഇങ്ങനെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് വരാൻ പാടില്ല. പൊട്ടത്തരം കൊണ്ട് റോട്ടിലിറങ്ങരുത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷവിധുകരണേ. മനോഹരമായിട്ട് പലരും പാടിയിട്ടുള്ള ഭജഗോവിന്ദത്തിനെ കുറിച്ച് അർത്ഥം കൊടുത്തിരിക്കുകയാണ്. എടാ വിഡ്ഢി, നീ ഗോവിന്ദനെ ഭജിച്ചിട്ട് കാര്യമില്ല എന്ന് വിക്കി ഗ്രന്ഥശാലയിൽ. അപ്പൊ വിക്കിപീഡിയ തിരഞ്ഞാൽ എന്തൊക്കെ കിട്ടുമെന്ന് മനസ്സിലായില്ലേ? ആചാരം അവിടെയല്ല തിരയേണ്ടത്. അത് തിരയാൻ പോകും ചിലപ്പം. ഇത് ഞാനിപ്പോ പറയുന്നത് അവിടെ മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി തിരഞ്ഞോളൂ. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് കിട്ടും. 10 തോരൻ കഴിഞ്ഞ കർക്കിടകത്തിൽ ഒരാളെന്നോട് ചോദിച്ചാൽ മാഷെ 10 തോരൻ ഏതൊക്കെയാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെന്നെങ്കിലും നെറ്റിലൊക്കെ കിട്ടൂലെന്ന് ചോദിച്ചാൽ വെറുതെ. നെറ്റിൽ 13 ഉണ്ട്. 10 ഇലകളെ കുറിച്ച് 13 ഇലേന്റെ പേര് കൊടുത്തിരിക്കും. അപ്പൊ 10 തോരനാവുമോ? എങ്ങനെയൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാം. അതിനു വേണ്ടിയിട്ട് ഇവര് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ ഭൗതികവാദികൾ നടന്നിട്ട് പ്രഭാഷണം നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരു പ്രഭാഷണത്തെ പറയുകയാണ്, എന്നെ ഒരു ഉപനിഷത്തിനെ കുറിച്ചും വേദത്തെക്കുറിച്ചുമുള്ള ചർച്ചയിലേക്ക് ക്ഷണിച്ചു. കേട്ടിരുന്നത് സാറേ? ഞാൻ അവിടെ ചെന്നപ്പോൾ വലിയ വലിയ സന്യാസിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഓമിന്റെ അർത്ഥം എന്താണ് എന്ന്. ഒന്നിനും അറിഞ്ഞുകൂടാ. എന്റെ ഭഗവാനെ, ഇയാൾക്ക് അറിയുള്ളൂ, സന്യാസിമാർക്ക് അറിഞ്ഞുകൂടാ ഓമിന്റെ അർത്ഥം. അത്ഭുതം തന്നെ. ബുദ്ധിമാൻ. എന്റെ മനുഷ്യ, മുന്നിൽ വന്നിരിക്കും. ഓം എവിടെ നിന്ന് തുടങ്ങിയത് ഞങ്ങൾ പറഞ്ഞുതരാം. മയക്ക് കിട്ടിയാൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നാളെ ഇത് ചോദിക്കാൻ ആൺകുട്ടികൾ വേറെ ഉണ്ടാവും. യൂട്യൂബർമാര് കോടിക്കണക്കിനുള്ള നാടാണ് കേരളം. അവര് പിടിക്കാൻ പറയില്ലേ? ഓം എന്ന് പറയുന്നതിനെ കുറിച്ച് മൂപ്പർക്ക് അറിയാന്ന് പറയുന്നത്. അതുപോലെ അത്തരം ബുദ്ധിശൂന്യന്മാരാണ് പറയുന്നത് ആചാരം എന്താണ് എന്ന്. അവരെയൊന്നും ക്ഷേത്രത്തിന്റെ ഏറെപ്പുറത്ത് കയറ്റരുത് കേട്ടോ. അതാണ് എഴുത്തച്ഛനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞത്. എഴുത്തച്ഛൻ സ്കൂളിലൊന്നും പോയിട്ടില്ല.
ദുരാചാരികളെയും അനാചാരികളെയും അന്ധവിശ്വാസികളെയും ബ്രാഹ്മണാധിപത്യം ഉള്ളവരെയൊക്കെ കണ്ടിട്ടാണ് കാട് എന്ന് പറഞ്ഞിട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയിട്ട് പറഞ്ഞത് ഇത് പാവപ്പെട്ടവർക്ക്, വിദ്യാഭ്യാസമില്ലാത്തവർക്ക്, സാധാരണ ജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ആദ്യ ഭാഗത്ത് ബാലകാണ്ഡത്തിൽ തന്നെ പറയുന്നുണ്ട്. എഴുത്തച്ഛൻ വായിച്ചിട്ടുള്ള അമ്മമാരൊക്കെ ഇല്ലേ? ആ എഴുത്തച്ഛനെ ഈ പറയുന്ന ഭൗതികവാദികൾ പറയുന്ന എഴുത്തച്ഛന്റെ പ്രതിമ തിരൂരിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വർഗീയത ഉണ്ടാവും പറഞ്ഞില്ലേ? എത്രയോ വർഷങ്ങളായി. പക്ഷേ ഒരു രസമറിയോ, ഈ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലും മഹാഭാരതം കിളിപ്പാട്ടിലും ഹരിനാമ കീർത്തനത്തിലും ഒക്കെ PhD എടുത്ത നൂറുകണക്കിന് ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. എന്നെ പഠിപ്പിച്ച അധ്യാപകരും ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ, കഴിഞ്ഞിക്കാലത്ത് യൂണിവേഴ്സിറ്റി മലയാളം സെന്ററിൽ. എന്നെ പഠിപ്പിച്ച അധ്യാപകർ മഹാഭാരതത്തിൽ റിസർച്ച് ചെയ്ത് പഠിച്ച ആളുകളാണ്. ഡോക്ടറേറ്റ് അങ്ങനെ നേടിയതാണ്. നിങ്ങൾക്ക് ഡോക്ടറേറ്റ് നേടാൻ സ്കൂളിൽ പോകാത്ത ഭാരതീയ തത്വജ്ഞാനികൾ വേണം. എന്തുകൊണ്ട് നിങ്ങൾ ഭൗതികവാദത്തിൽ റിസർച്ച് നടത്തുന്നില്ല? അതിനകത്തൊരു യുക്കവും ചൊന്നാമുമില്ല. അതുകൊണ്ടാ അതിന്റെ ഉള്ളിലൊന്നുമില്ല എന്ന് അറിയണമെങ്കിൽ ഇത് പഠിക്കണം. ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി എന്ന് പറഞ്ഞ ഭഗവാനെയാണ് മാനേജ്മെന്റ് ട്രെയിനുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. MBAക്ക് പഠിക്കാനുള്ള ഒരു പേപ്പർ അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരു വിദേശിയുടെ പേപ്പറുണ്ട്. MBAക്കാരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്ന് പറയും. പിന്നെടുത്തു അബ്രഹാം മാസ്ലോന്റെ പുസ്തകം പഠിക്കുക. അതൊക്കെ നെറ്റ് കിട്ടും, കുഴപ്പമൊന്നുമില്ല, വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല, ഇംഗ്ലീഷാണല്ലോ. അബ്രഹാം മാസ്ലോ 4 തിയറികൾ പറയുന്നുണ്ട്. അതില് നീഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ആവശ്യങ്ങൾ, നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളെ കുറിച്ച്. അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു അത് വായിച്ചപ്പോൾ എനിക്ക് ഇത് ഭഗവത്ഗീതയുള്ള കാര്യമാണല്ലോ പറയുന്നത്. അർജുനനോട് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അബ്രഹാം മാസ്ലോ. അബ്രഹാം മാസ്ലോ ഭഗവത്ഗീതയൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ലോകത്തിലുള്ള സകല തത്വജ്ഞാനങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ധാരയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഗ്രീക്കിലെ തത്വജ്ഞാനികളെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോക്രട്ടീസ് എന്ന് പറയുന്നത്, സോക്രട്ടീസിന്റെ ശിഷ്യന്മാരായിരുന്നു പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും. ആ പ്ലാറ്റോയെ കുറിച്ച് പറയും. പ്ലാറ്റോയുടെ 2 ബൃഹത്തായ ഗ്രന്ഥങ്ങളാണ് ലോസ് എന്ന് പറയുന്നതും റിപ്പബ്ലിക് എന്ന് പറയുന്നത്. 2 ഗ്രന്ഥങ്ങളാണ്. ആ പ്ലാറ്റോയെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കുക. ആ പ്ലാറ്റോ ഭാരതത്തിലെ സന്യാസിമാരെ കുറിച്ച് പഠിച്ചു. എന്നിട്ട് പ്ലാറ്റോ പറയാണ് യാജ്ഞവൽക്യനെ കുറിച്ച്. യാജ്ഞവൽക്യനെ നമുക്കറിയാലോ. യാജ്ഞവൽക്യ സ്മൃതി എന്ന് പറഞ്ഞിട്ടൊരു സ്മൃതിയുണ്ട്. ഈ അനാചാരം ദുരാചാരം പറയുന്നവർക്കൊക്കെ ആകെ ഒരു സ്മൃതിയെ കേട്ടിട്ടുണ്ടാവുള്ളൂ, മനുസ്മൃതി. മനുസ്മൃതിയും യാജ്ഞവൽക്യ സ്മൃതിയും ആപസ്തംഭ സ്മൃതിയും ദേവല സ്മൃതിയും സംവർത്തക സ്മൃതിയും അധ്യായന സ്മൃതിയും അത്രിസ്മൃതി, ലിഖിത സ്മൃതി, ശങ്കസ്മൃതി എന്ന് പറഞ്ഞ് 250ഓളം സ്മൃതികളുണ്ട് ഭാരതത്തിൽ. ഈ സ്മൃതികൾ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഈ സ്മൃതികളിൽ യാജ്ഞവൽക്യ സ്മൃതിയും യജ്ഞവൽക്യോപനിഷത്തും എഴുതി യാജ്ഞവൽക്യനെ കുറിച്ച് പ്ലാറ്റോ പറയുകയാണ്, പഠിച്ചിട്ട് ടവറിംഗ് ഇന്റലക്ച്വൽസ് ഓഫ് യാജ്ഞവൽക്യ, യാജ്ഞവൽക്യന്റെ ബുദ്ധിയെ കുറിച്ച് പറയുകയാണ്. അതിന്റെ ചോട്ടിൽ നിൽക്കാൻ പറ്റില്ല. മലമുകളിൽ നിന്ന് വരുന്ന വലിയ കുത്തൊഴുക്കുണ്ടല്ലോ, കണ്ടില്ലേ, അടിച്ച് തുടച്ച് കടന്നുപോയില്ലേ മഹാവൃക്ഷങ്ങളെയൊക്കെ, അതുപോലെ ഇതിന്റെ ചുവട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിയാണ്. ആ പ്ലാറ്റോയെ കുറിച്ച് കേരളത്തിലെ എഴുത്തുകാരനായ ഡോക്ടർ KM തരകൻ അദ്ദേഹത്തിന്റെ റിസർച്ച് ഗ്രന്ഥത്തിൽ പറയുന്നത്, പാശ്ചാത്യ സാഹിത്യ തത്വശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് തത്വചിന്തകന്മാരുടെ കുലകൂടസ്ഥൻ എന്നാണ് പ്ലാറ്റോയെ കുറിച്ച് പറയുന്നത്. അപ്പൊ KM തരകൻ പ്ലാറ്റോയെ കുറിച്ച് പഠിച്ചിട്ട് തത്വചിന്തകന്മാരുടെ കുലകൂടസ്ഥൻ എന്ന് പറയുമ്പോൾ പ്ലാറ്റോ യാജ്ഞവൽക്യനെ കുറിച്ച് പറയുകയാണ് ടവറിംഗ് ഇന്റലക്ച്വൽസ്. അപ്പൊ എവിടുന്ന് പോയത്? ആരതാണ് എട്ടുമ്പോൾ വരിക? ക്ഷേത്ര സംസ്കാരത്തിലേക്കും വേദങ്ങളിലേക്കും ഉപനിഷത്തുകളിലേക്കും കടന്നു വരൂ. നിങ്ങളുടെ എല്ലാ ചിന്തകളും പറവറക്കും. ബ്രഹ്മവാദിനിയായിട്ടുള്ള ഗാർഗി ഉണ്ടായിരുന്നോട് വേദങ്ങൾ വ്യാഖ്യാനിച്ചു തല്ലിയ ആ ഗാർഗിയെ പോലെയുള്ള കുട്ടികൾ ഇവിടെ വളർന്നു വരുന്നുണ്ട് ബാലഗോകുലത്തിലൂടെ, ഭാരതീയ വിദ്യാനികേതനിലൂടെ, സംഘത്തിന്റെ ചെറിയ ചെറിയ ശാഖകളിലൂടെ. തകർക്കാൻ പറ്റില്ല. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു സംഘടന എന്ന്
ജസ്റ്റിസ് KT തോമസ് പറഞ്ഞത് മറന്നുപോയോ? ഇപ്പൊ നിങ്ങൾ എടുക്കൂ, ഗൂഗിളിൽ അടിക്കൂ, ജസ്റ്റിസ് KT തോമസ് ഒരു ഇന്റർവ്യൂ കാണാം. സർ, അങ്ങ് RSSകാരനാണോ? നിങ്ങൾ എന്താണ് RSSനെ കുറിച്ച് പറയുന്നത് എന്ന് ഇന്റർവ്യൂവർ ചോദിക്കുമ്പോ നമ്മുടെ ഹൈക്കോടതിയുടെ ബഹുമാന്യ ജസ്റ്റിസ് ആയിരുന്ന KT തോമസ് പറയാണ്, ഞാൻ RSSകാരനല്ല, ഞാൻ ഹിന്ദു മതവിശ്വാസിയുമല്ല. പക്ഷേ ഇവിടുത്തെ കോടതി കഴിഞ്ഞാൽ, ഇവിടുത്തെ പട്ടാളവും ഭരണഘടനയും കഴിഞ്ഞാൽ ഈ രാഷ്ട്രത്തെ രക്ഷിക്കാനുള്ള കരുത്ത് ഒരേ ഒരു സംഘടനയ്ക്കേ ഉള്ളൂ, അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനാണ് എന്ന്. നിന്നെടുക്ക് നെറ്റിൽ കയറികള് ബാലഗോകുലത്തെ കുറിച്ച് അധിക്ഷേപിച്ചിട്ട് അവരെ പടിക്ക് പുറത്ത് നിർത്തുമ്പോൾ ആ KT തോമസ് സാറിന്റെ വാക്കുകളെ നിങ്ങൾ അറിയുക. അറിയാമായിരുന്നില്ലേ? എത്രയോ കാലങ്ങളായിട്ട് ഭരിച്ചിരുന്ന നമ്മുടെ ഗണപതി ക്ഷേത്രങ്ങളെയും മഹാശിവക്ഷേത്രങ്ങളെയും വൈഷ്ണവ ക്ഷേത്രങ്ങളെയും തകർത്ത് തല്ലിക്കൊണ്ടായിരുന്നല്ലോ കടന്നുപോയിട്ടുള്ള പല കാട്ടറബികളുടെ നായകന്മാര്, അല്ലേ? ഗസിനി എന്നും ഗോറി എന്നും പേരിൽ മതത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് അവരുടെ അപ്രാസനത്തിനും സുഖത്തിനും വേണ്ടിയിട്ട്, അവരുടെ ചെങ്കോലിനും കിരീടത്തിനും വേണ്ടിയിട്ട് അവര് ഇവിടുത്തെ ഹിന്ദുക്കളെ കൊന്ന് കൊലവിളിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് നശിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. 21-ന് കേരളവും അനുഭവിച്ചു. ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊലക്കി കൊടുത്തു. പഠിക്കുക. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കുമാരനാശാന്റെ ദുരവസ്ഥ മാത്രം പഠിച്ചാൽ മതി, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ദുരവസ്ഥ ഇരുന്ന് വായിച്ചു നോക്കൂ. അങ്ങനെയാണല്ലോ കുമാരനാശാൻ നഷ്ടപ്പെട്ട് നമുക്ക് റെഡീമർ ബോട്ടപകടം എന്ന് പറയുന്നത്. ഭീകരന്മാരായിരിക്കുന്ന മതഭീകരന്മാരായിരിക്കുന്ന ആളുകൾ കൊന്നതാണ് കുമാരനാശാനെ. കുമാരനാശാൻ പഠിച്ചേർന്നത് ദേശീയ പൈതൃകത്തിൽ നിന്നാണ്. ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നത് ഒരു രാജ്ഞി കണക്കേനി എന്ന് തുടങ്ങുന്ന 1907 അദ്ദേഹം മിതവാദിയിൽ എഴുതിയ വീണപ്പൂ എന്ന് പറയുന്ന ഒരു കൃതി. ആ വീണപ്പൂവിലെ കൃതിയിൽ ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം ആ ഭൂതി എന്ന് പുനരിഞ്ഞ് കിടക്കി തോർത്താൽ കണ്ണയും അടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീരു ആർക്കും ഇത് താൻ ഗതി കണ്ണീരിലാലവരി വാഴു കിനാവു ഘട്ടം എന്ന് പറയുമ്പം രണ്ട് ശബ്ദം നിങ്ങൾ അതിനുള്ളിലൂടെ എടുക്കണം. ഒന്ന് ശങ്കരന്റെ ശബ്ദവും മറ്റൊന്ന് എഴുത്തച്ഛന്റെ ശബ്ദവും. ശങ്കരൻ ലോകം ശോകഹതഞ്ച സമസ്തം എന്ന് പറയുന്നുണ്ട്. ആദിശങ്കരൻ, ആധുനിക ശങ്കരനല്ല. ആധുനിക ശങ്കരൻ വിവേകാനന്ദ സ്മാരകത്തിന് 5 പൈസയും തരില്ല കാത്താളന് എന്ന് പറഞ്ഞ ആളാണ് ആധുനിക ശങ്കരൻ. ആദിശങ്കരന്റെ ശബ്ദം ലോകം ശോകഹതഞ്ച സമസ്തം. ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദത്തില് മോഹമുദ്ഗര ഭാഗത്ത് നമുക്ക് കാണാം, ദ്വാദശ മഞ്ജരികാ സ്തോത്ര ഭാഗത്ത്. ആ ശങ്കരൻ പറഞ്ഞ ലോകം ശോകഹതഞ്ച സമസ്തം എന്നുള്ളത് കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടുകാർക്കും ഇത് താൻ ഗതി. എല്ലാം ദുഃഖത്തിലേക്കാണ് പോകുന്നത്. കണ്ണീരിനാൽ അവനി വാഴു കിനാവ് കഷ്ടം. സ്വപ്നം കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ. ധാരായിമേനെ തനയാസ്തിമേനെ ഗൃഹായിമേനെ വശവസ്തിമേ, എന്റെ പശുക്കള്, എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ വീട് എന്നൊക്കെ എന്തിനും സ്വപ്നം കാണുന്നു എന്ന് പുരുഷ സ്വപ്നത്തിൽ ഒരു ചോദ്യമുണ്ട്. മക്കളെ, നിങ്ങൾ ഈ ഭൗതിക സ്വപ്നങ്ങളുടെ പുറകെ പോകുമ്പോൾ ഒടുവിൽ ദുഃഖത്തിലാണ് എത്തുക. വെളിച്ചത്തിലേക്ക് യാത്രയാവും. വെളിച്ചം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവാണ്. അറിവിലേക്ക് സമൂഹത്തിനെ കൊണ്ടുവരണം, അതാണ് വേണ്ടത്. അറിവില്ലായ്മയിലേക്ക്, വിഭാഗീയതകളിലേക്ക്, ജാതി സ്പർദ്ധകളിലേക്ക്, മതവിദ്വേഷങ്ങളിലേക്ക് വലിച്ചെറിയരുത് സമൂഹത്തിനെ. മക്കളെ സ്വതന്ത്രമായിട്ട് വളരാൻ സമ്മതിക്കുന്ന ഒരേയൊരു പ്രത്യയശാസ്ത്രം, ഒരേയൊരു മതം, ഒരേയൊരു ദേശീയത, ഒരേയൊരു പൈതൃകം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെതാണ്. ഏത് വസ്ത്രം വേണേ ധരിച്ചോട്ടെ മക്കള്, എങ്ങനെ വേണമെങ്കിലും ഭക്ഷണം കഴിച്ചോട്ടെ, ഒന്നും നിഷേധമല്ല. മറിച്ച് മറ്റു മതങ്ങളെ പഠിക്കുക. ഇന്നതേ കഴിക്കാവൂ, ഇന്നതേ ധരിക്കാവൂ, ഇന്ന രീതിയിലേ പ്രാർത്ഥിക്കാവൂ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആർക്കാര് വേണമെങ്കിലും പ്രാർത്ഥിക്കാം കൃഷ്ണന്. അതുകൊണ്ട് ഈ ഗണപതിയുടെ അടുത്ത് പോവണ്ടേ? അതല്ലേ സാഹോദര്യം? അതല്ലേ മതേതരത്വം? അതല്ലേ സോഷ്യലിസം? സോഷ്യലിസത്തിന്റെ ബാലപാഠം എവിടെയാണെന്നറിയോ? നേരത്തെ ഞാൻ ചൊല്ലിയ ഈ ശാവാസ്യം ഇടം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് ഏന തക്രേന ഭുഞ്ചീതാം ആകൃത ഹസ്യസിദ്ധനം. ആരതാണ് ധനമെന്ന് ആഗ്രഹിക്കരുത്, നമ്മുടെ എല്ലാവരുടേതും കൂടിയാണ് എന്ന് ലോകത്തിൽ ആദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോഷ്യലിസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ ഋഷീസ് ഓഫ് ഭാരത് എന്ന് പറയും. ലോകത്തിലെ
ആദ്യത്തെ സോഷ്യലിസ്റ്റുകൾ ഋഷിമാരാണ്, അവരാണ് ഒന്നും എടുക്കില്ല, ഇതൊക്കെ നമ്മളതെല്ലാവരും കൂടിയല്ലേ എന്ന് പറഞ്ഞു ഇന്ന് തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ലഹളകളിലൂടെ നേടിയെടുത്തിട്ട് രാഷ്ട്രങ്ങള് അധികാരങ്ങൾ കൊയ്ത് പക്ഷേ അതിന്റെ ഒരു അവസാന കണ്ണിയായ ഹിന്ദു ഒടുവിൽ പറഞ്ഞു, ഞങ്ങളുടെ സംസ്കാരത്തെ കുറിച്ച് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിന്റെ ഭാഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിന്റെ മണ്ണായിരുന്ന പഴയകാലത്ത് 56-ന് മുൻപ് കേരളത്തിന്റെ മണ്ണായിരുന്നു ഇന്നത്തെ വിവേകാനന്ദ പാറ നിൽക്കുന്ന സ്ഥലം കന്യാകുമാരി. ആ കന്യാകുമാരി ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി കന്യകാമേരി എന്ന് പേര് മാറ്റിക്കൊണ്ട് അല്ലേ, ഇവിടെ എൻ.ജി. കോട്ടേഴ്സിന്റെ ഭാഗത്തിന് വെള്ളിമാട് കുന്ന് എന്നുള്ള പേര് മാറ്റിയിട്ട് മേരിക്കുന്ന് എന്നാക്കിയിട്ട് അവസാനം ഞാൻ ലോ കോളേജിൽ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പുസ്തകത്തിന്റെ മുകളിൽ മുഴുവൻ പ്രിന്റ് ചെയ്തിരുന്നത് മരിക്കുന്നു, വെള്ളമടിക്കുന്നു മരിക്കുന്നു എന്നാണ് ഞാൻ വായിച്ചത് ആദ്യം. എനിക്ക് ഇംഗ്ലീഷ് അത്രേ അറിയുള്ളൂ. വെള്ളിമാട് കുന്ന് മേരിക്കുന്നു എന്ന് പ്രിന്റ് ചെയ്തപ്പോൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ വെള്ളമടിക്കുന്നു മരിക്കുന്നു. നമ്മളെ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ചിലര് അവിടെ കുരിശ് നാട്ടിയപ്പോൾ ഈ കോഴിക്കോടിന്റെ തീരദേശങ്ങളിലുള്ള ചുണക്കുട്ടികള് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സേവാഭാരതിയുടെ ചുണക്കുട്ടികൾ അങ്ങോട്ട് പോയിട്ട് കുരിശു വലിച്ചെറിഞ്ഞ ചരിത്രം മറന്നു പോകരുത് നമ്മൾ. അതാണ് ബാലഗോകുലത്തിലൂടെ വളർന്നു വരാൻ പോകുന്നത്. നിങ്ങൾ പേടിച്ചോളൂ, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ തടയണം അല്ലേ, തടഞ്ഞാലല്ലേ ശക്തി കൂടും. ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നിരിക്കും ആൾക്കാര് ഈ മഞ്ഞം കൊണ്ടിട്ട്. വിഡ്ഢിത്തം ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട മനുഷ്യ. മര്യാദയ്ക്ക് കുട്ടികൾ വന്നാർന്ന് തൊഴുതിട്ട് മഴയും ചാറിയിട്ടുണ്ടെങ്കിൽ ആ നീലയും കൂടി അങ്ങ് വലിച്ചിട്ട് ഒരു വീട്ടിൽ പോകുകയുള്ളൂ, വേറെ ഒന്നുമില്ല. അതിന് സമ്മതിക്കില്ല, പറ്റൂല. ശ്രീനാരായണ ഗുരുവിനെ കെട്ടിവലിക്കുക, വേറെ രീതിയിൽ ബാലഗോകുലം നടത്തി നോക്കുക, ഒരു നിവൃത്തിയുമില്ല. അവസാനം തോറ്റിട്ട് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കെടുത്തിട്ട് കണ്ടത്തിലേക്ക് എറിഞ്ഞിട്ട് ആടെ കുത്തിരിഞ്ഞിട്ട് വേറെ എന്തോ പണി ചെയ്തിട്ട് പോയതിനെ കുറിച്ച് കേട്ടിക്കുക. അതുപോലെയാ തോറ്റാൽ അവസാനം നമ്മൾ പറയില്ല അങ്ങനെയാ തോപ്പിക്കുക. ഇതെങ്ങോട്ടാ പോകുന്നത്? വിഡ്ഢികള്. ആ വിവേകാനന്ദ പാറയില് വിവേകാനന്ദനെ സ്ഥാപിച്ചതിനെ കുറിച്ച്, അവിടെ ക്ഷേത്രം പണിതതിനെ കുറിച്ച് മലയാളത്തിലെ ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. ഋതുപരിവർത്തനം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിന് പൂർണ്ണ പബ്ലിക്കേഷനാണ് പുസ്തകം. ഋതുപരിവർത്തനത്തിനകത്ത് KP ശങ്കരൻ എഴുതുകയാണ്. അതിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് മഹാശില്പികളുടെ അഭാവത്തിൽ എന്നാണ്. ആ പേജിന് കൊടുത്തിരിക്കുന്നത് മഹാശില്പികളുടെ അഭാവത്തിൽ. ഏകനാഥ് റാനഡെ എന്ന് പറയുന്ന അന്നത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലകന്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന സഹസർക്കാർ വിഭാഗം അല്ലെ, തെറ്റിയിട്ടില്ലല്ലോ മാഷെ, സർക്കാർ വിഭാഗം, സഹയല്ല സർക്കാർ വിഭാഗം. സർക്കാർ വിഭാഗമായിരുന്ന ഏകനാഥ് റാനഡെയാണ് അത് ഏറ്റെടുത്തിട്ട് പറഞ്ഞത് വിവേകാനന്ദന് സ്മാരകം വേണം. പക്ഷേ സമ്മതിച്ചില്ല കേരളം, പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സ്മാരകത്തിൽ ഇപ്പൊ അങ്ങനെ പോയിട്ട് കിടന്നുറങ്ങുന്നുണ്ടല്ലോ ഭൗതികവാദികൾ. എന്തൊരു സുഖാന്നറിയാം അവിടെ പോയാൽ. ആ ത്രിവേണി സംഗമത്തിലൊന്ന് പോവിടോ. അനാചാരവും ദുരാചാരവുമാണോ ക്ഷേത്രങ്ങളിലൂടെ ഉണ്ടാക്കുന്നത്? അല്ല, ശാന്തിയും സമാധാനവുമാണ്. ക്ഷേത്രത്തിലേക്ക്, ക്ഷേത്രാചാരങ്ങളിലേക്ക്, വേദങ്ങളിലേക്ക്, ഉപനിഷത്തുകളിലേക്ക് കടന്നു വരൂ. ഗോ ബാക്ക് ടു വേദാസ് അല്ലേ, സ്വാമിജി പറയുന്നത് പോലെ വേദങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. എല്ലാം പഠിക്കുക, ബൈബിൾ പഠിക്കുക, ഖുർആൻ പഠിക്കുക, ശാസ്ത്രം പഠിക്കുക. എല്ലാം പഠിച്ചിട്ട് ഏതാണെന്ന് ഒത്തുനോക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാവണ്ടേ. അതുകൊണ്ടാണ് തകർന്ന ക്ഷേത്രങ്ങളെ പുനർനിർമ്മിക്കാൻ ഇത്തരം സംഘടനകൾ തീരുമാനിച്ചത്. അന്നും നിങ്ങൾ എതിർത്തു. ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഭൗതികവാദികൾ സ്നേഹമതിൽ കെട്ടാൻ വേണ്ടിയിട്ട് 5 രൂപ കൊടുത്ത റെസീറ്റ്, മഞ്ഞ നിറത്തിലുള്ള റെസീറ്റ്. ഞങ്ങൾ സ്നേഹമതിൽ കെട്ടാൻ പോവാണ്. എവിടെയാണ്? അയോധ്യയിൽ. അന്ന് ശിലാപൂജ നടത്തിയ സമയത്ത് ഞാനേട്ടൻ അന്ന് വയനാട്ടിലുള്ളത് സംഘത്തിന്റെ ചുമതലയുമായിട്ട് ശിലാപൂജ നടക്കുന്ന സമയത്ത് 80കളുടെ അവസാനത്ത് 88, 89 ആയപ്പോൾ ശിലാപൂജ നടക്കുക ക്ഷേത്രത്തിന് വേണ്ടിയിട്ട്. അത് തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭീകരന്മാരെയും
അല്ലെ, എല്ലാ ക്ഷുദ്രജീവികളെയും എന്നൊക്കെ പറയേണ്ടി വരും. എല്ലാവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ സ്നേഹമതിൽ കെട്ടാൻ പോവുകയാണ്. ഞങ്ങളെ മതിലേറെ പോയടോ 5 രൂപ തിരിച്ചു തരുമോ? റെസീറ്റ് ഞാൻ അങ്ങോട്ട് തരാം. ഞാൻ അന്നത് സൂക്ഷിച്ചു വെച്ചതാ. എന്നോട് ചോദിച്ചു നിങ്ങൾ ക്ഷേത്രം പണിയോ? ഞാൻ പറഞ്ഞു പണിതാ തിരിച്ചു തരുമോന്ന് ചോദിച്ചു. പണിതാ ഞങ്ങൾ തിരിച്ചു തരാം. എന്നാൽ 5 രൂപ ഓടിച്ചോന്ന് പറഞ്ഞു കൊടുത്തു. പോയാ പോട്ടെ എന്ന് വിചാരിച്ചു. ലോട്ടറി എടുക്കുന്ന പോലെയാ. പക്ഷേ നമ്മുടെ ആചാര്യന്മാർക്ക് ഉറപ്പുണ്ട് ഇതൊക്കെ പുനഃസൃഷ്ടിക്കപ്പെടും, എല്ലാം പുനഃസൃഷ്ടിക്കപ്പെടും. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടുത്തെ എഴുത്തുകാരൻ ടി പത്മനാഭൻ പറഞ്ഞത് ഇനി ജയ് ശ്രീരാം എന്ന് പറഞ്ഞില്ലേ കുത്തിക്കൊന്നു കളയുന്ന പറഞ്ഞു. ഒരു എഴുത്തുകാരനെ ഏത് എഴുത്തച്ഛൻ പുരസ്കാരം മേടിച്ച കൂടത്തപ്പെടുന്ന ആളുകൾ അയാളെ കൂടെ നടക്കുന്നുണ്ട്. രാമനേക്കാൾ നല്ലത് രാവണനും രാവണനേക്കാൾ നല്ലത് രാമനുമാണോ എന്ന് ചോദിച്ചിട്ട് രാമന്റെ സ്ഥാനത്ത് രാവണനും രാവണന്റെ സ്ഥാനത്ത് രാമനുമായിരുന്നെങ്കിൽ സീതയുടെ ഗതി എന്താകുമായിരുന്നു എന്ന് ചോദിച്ചൊരു എഴുത്തുകാരുണ്ടായിരുന്നു ഇവിടെ സുമാരഴിക്കോട്. അത് അദ്ദേഹം ചോദിച്ചതിന്റെ പിറ്റേത്തെ വർഷമാണ് അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തത്. അതാണ് നമ്മുടെ നാട്. എഴുത്തച്ഛനെ പഠിച്ചില്ല, രാമായണം പഠിച്ചില്ല, അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നടന്നു, ക്ഷേത്രം തകർക്കാൻ നടന്നു, ക്ഷേത്ര സംസ്കാരത്തെ തകർക്കാൻ നടന്നു. പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ, ഈ കേരളത്തിലുള്ള ഒരു ബുദ്ധിജീവിയും ഒരു എഴുത്തുകാരനും ഒരു സാഹിത്യകാരനും പിറക്കില്ല രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും വേദങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ. ഒരെഴുത്തുകാരനുണ്ടാവില്ല, സംശയമുണ്ടോ? മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതി എന്ന് പറയുന്ന രാമചരിതമാണ്. ആരുടെ കഥയാണ്? 13-12 നൂറ്റാണ്ടിൽ രാമന്റെ കഥയാണ്, യുദ്ധകാന്ഡം. അത് മാത്രമേ ഉള്ളൂ, ഒറ്റ കാണ്ഡമേ ശ്രീരാമകവിയുടെ. അദ്ദേഹത്തിന്റെ പേരത്രയും നമുക്ക് അറിഞ്ഞുകൊള്ളൂ. രണ്ടാമത്തത് കണ്ണശരാമായണമാണ്, 14-ാം നൂറ്റാണ്ടിൽ സമ്പൂർണ്ണ രാമായണം, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം. കവികളുടെ കവി എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുക. കണ്ണശരാമൻ പണിക്കർ, ജനനം കവികളിൽപ്പെട്ട രാമപ്പണിക്കർ. ആ കണ്ണശരാമായണം ആരുടെ കഥയാണ്? രാമന്റെ കഥയാണ്. രാമന്റെ കഥയിലെ നിങ്ങൾക്ക് കഥയില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുത്തുകാരനാവാൻ പോകാത്തത്. നമ്മൾ എഴുതണം, ഇത് എഴുതണം, വേറെ എന്തെന്നാ എഴുതുക? ബുദ്ധിജീവികള് വെക്കൂ പുസ്തകം താഴെ, ഒത്തുചേരൂ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രകലാജാഥ നടത്തിയ പലരും ഇന്ന് ചേക്കേറിയിരിക്കുന്ന എവിടെയാണെന്നറിയോ? ഫിലിപ്പം പ്രസാദിനോട് ചോദിച്ചാൽ മതി, ബാക്കി ഞാൻ പറയുന്നില്ല. ഫിലിപ്പം പ്രസാദിനോട് ചോദിച്ചാൽ മതി. എന്തിന ധീരത ഇപ്പോൾ തുടങ്ങുവീനെല്ലാം നിങ്ങൾ പഠിക്കണം. കേട്ടിട്ടുണ്ടോ? ചെറിയ മക്കളെ കേട്ടിട്ടുണ്ടോ? എന്തിന ധീരത ഇപ്പോൾ തുടങ്ങുവീനെല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. എല്ലാം നിങ്ങൾ പഠിക്കണം. തിരിച്ചങ്ങോട്ട് പറയാം, എല്ലാം നിങ്ങൾ പഠിക്കണം. നിങ്ങൾ എന്താ പഠിച്ചത്? പഠിക്കാതെ പറയരുത്. അപ്പോ നമ്മുടെ ഈ കാലഘട്ടത്തില് തകർന്നതിനെ തിരിച്ചെടുക്കാൻ കരുത്തുള്ള പ്രസ്ഥാനമായിട്ട് ഈ ബാലഗോകുലവും വിദ്യാനികേതനും അതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഈ മണ്ണിലുള്ളിടത്തോളം കാലം ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ബദ്ധരാണ്, കടിബദ്ധരാണ്. അതിന്റെ സംസ്കാരം അണിവടെ പോകാതെ ഈ നാട്ടിലെ നന്മയുള്ളവരുടെ പുതിയ തലമുറയെ വളർത്താൻ വേണ്ടിയിട്ട് ബാലഗോകുലത്തിനെ നാം നെഞ്ചേറ്റു വാങ്ങണം. ആ ബാലഗോകുലത്തിലൂടെ കടന്നു കയറി പോകുന്ന മക്കൾ ഈ നാട്ടിൽ പതിരാവില്ല, കതിരായി മാറും. അവർ ഈട്ടായി മാറും, അവർ ഗണപതിയായി മാറും, അവർ കന്നിമൂലയിലെ ഗണപതിയായി മാറിയിട്ട് ശുദ്ധിയുടെ പ്രതീകങ്ങളായി മാറും. അവരയ്യപ്പനെ പോലെ മഹിഷി മർദ്ദനന്മാരായിട്ട് മാറും. മഹാകാലകാലനായ ശിവനെ പോലെ തകർക്കേണ്ടതിനെ തകർക്കുക എന്ന് പറയുമ്പോ ഇവിടെ എല്ലാം തകർന്നു പോകുന്നില്ലേ? നമ്മളൊക്കെ അല്ലെ? ഡീകമ്പോസിംഗ് പവർ, ദാറ്റ് ഈസ് ശിവ. ഡീകമ്പോസിംഗ് പവറാണ്. എന്താണോ ഇല്ലാണ്ടാവേണ്ടത് അതിനെ ഇല്ലാതാക്കുന്ന ഒരു എറ്റേണൽ എനർജി പ്രപഞ്ചത്തിലുണ്ട്. അതാണ് ശിവൻ എന്ന് പറയുന്നത് ആചാരപരമായി. ഈ നാം കാണുന്ന ചുറ്റുവട്ടത്തിലുള്ള ഇലകളും വൃക്ഷങ്ങളും ചെടികളും വള്ളികളും പൂക്കളും നമ്മളും സകല ജീവജാലങ്ങളും അടങ്ങുന്ന ആ ഭൗതികമായ പ്രപഞ്ചമാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ മൂലകാരണമായിരിക്കുന്ന ചൈതന്യത്തിനെയാണ് നമ്മൾ
മൂല ഗണപതിയായിട്ട് അതിൻ്റെയും അപ്പുറത്ത് ബീജ ഗണപതിയായിട്ട് കാണുന്നത്. ഇതിനെ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്, ഞാൻ പറയുന്നില്ല. മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 3 ഘട്ടങ്ങൾ ബ്രഹ്മചൈതന്യത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗണപതിയുടെ ചൈതന്യത്തെ ഈ ജീവനാഡിയിലൂടെ ഇടയിലൂടെ ഇടത്തോട്ടും പിങ്കളയിലൂടെ വലത്തോട്ടും അത് കയറി സുഷുമ്നാ നാഡിയിൽ അങ്ങനെ 6 ആധാര ചക്രങ്ങളിൽ വന്നിട്ട് സഹസ്രാര പത്മത്തിലെത്തിയിട്ട് സഹസ്രദള പത്മം അല്ലെങ്കിൽ സഹസ്രാര പത്മം എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഈ 16 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവൂ. അപ്പൊ ശിവൻ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ സഹസ്രദള പത്മത്തിലാണ്. ഈശ്വരനെ കുറിച്ച് പഠിച്ചാൽ മനുഷ്യനെ കുറിച്ച് പഠിക്കാം, മനുഷ്യനെ കുറിച്ച് പഠിച്ചാൽ ഈശ്വരനെ കുറിച്ച് പഠിക്കാം. രണ്ടും രണ്ടല്ല. ആ ഗണപതിയെയാണ് നമ്മൾ മൂലമന്ത്രത്തിൽ പറയുന്നത് ഗം ഗണപതയേ നമഃ. ഗം എന്നാണ് ബീജാക്ഷരം. സം സരസ്വതി സ്വാഹ, സരസ്വതിയുടെ ബീജാക്ഷരം. ഗും ഗുരുഭ്യോ നമഃ, ഗുരുവിൻ്റെ ബീജാക്ഷരം. ഓം നമോ ധനദായേ സ്വാഹ, ധനലക്ഷ്മിയുടെ ബീജാക്ഷരം. ഇങ്ങനെ ജപിക്കുമ്പോൾ നമ്മുടെ കുട്ടികളോട് പറയുക, ആ ഗണപതിയുടെ ഓം ഗം ഗണപതേ സ്വാഹ എന്ന് 101 തവണ നിങ്ങൾ ജപിക്കൂ. നിങ്ങളുടെ ഓർമ്മ ശക്തിക്ക് ഒരു വിടവും കുറവും വരില്ല, ഒരു പിടി പോവില്ല. ഓർമ്മക്കുറവുള്ള കുറെ ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, തെറ്റി പറഞ്ഞു പോകുന്ന ആൾക്കാർ അല്ലേ? എന്താ ഏതാണെന്നറിയാത്ത പാവം ആൾക്കാരില്ലേ? പണ്ട് ഈ മറ്റേ SSLCക്കൊക്കെ റാങ്ക് കിട്ടുന്ന കാലത്ത് 5-6 റാങ്ക് കിട്ടിയ ഒരു ചങ്ങാതി റോഡിന്റെ അപ്പുറം നിൽക്കുമ്പോൾ ഇപ്പുറത്ത് എൻ്റെ കൂടെ നടന്ന ഒരു സച്ചി ചോദിച്ച്, ഇനി അങ്ങോട്ടാ സബിനെ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ മുക്കത്തേക്ക് പോകുമെന്നാണ്, കോഴിക്കോട് തന്നെ. മുക്കത്തേക്കല്ല, എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞങ്ങൾ നടന്നപ്പോൾ ഞാൻ ഈ സച്ചിനോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഓൻ നിങ്ങൾ അറിയില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല. അപ്പോൾ അറിയാം, ഓൻ 5-6 റാങ്കുകാരൻ SSLC. ഞാൻ ചോദിച്ചു അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഓരോ ദിവസം ബസ് കയറിയിട്ട് എൻ്റെ അനിയനായിരുന്നു ബസ്സിൽ ക്ലീനർ, ഈ സച്ചിൻ്റെ ഹരീഷ്. ഓൻ ചോദിച്ചു ഇങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മണാശ്ശേരിക്ക് പോകുകയെന്ന്. അപ്പോൾ ഹരീഷ് പറഞ്ഞു, എടാ ഇത് മണാശ്ശേരിക്കല്ല പോകുന്നത്, ഇത് അരീക്കോട്ടയ്ക്കാണ് പോകുന്നത്, മുക്കം സ്റ്റാൻഡിൽ നിന്ന് കയറിയതാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു മണാശ്ശേരി എന്ന് ബോർഡിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന്. കുട്ടികൾ ഇങ്ങനെയാണല്ലോ പലതും പറഞ്ഞു നടക്കുക. ഞാൻ ചോദിച്ചു നീ എത്ര വരെ പഠിച്ചതാന്ന് ചോദിച്ചു. ഞാൻ SSLC കഴിഞ്ഞു, നിനക്കല്ലേ റാങ്കുള്ളതെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. തൽക്കാലം നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ഹരീഷ്. SSLC തോറ്റവനാ, നേരത്തെ എഴുതച്ഛനെ കൊണ്ട് പറഞ്ഞ പോലെ. പക്ഷെ ഇവനെ ഇറങ്ങിയില്ല. ആൾക്കാർ കയറി, ഡ്രൈവർ വന്നു, ബെല്ലടിച്ചു, കണ്ടക്ടർ ടിക്കറ്റ് വെച്ചപ്പോൾ പറഞ്ഞു മണാശ്ശേരി എന്ന് പറഞ്ഞു. നിർത്ത ഒരാളെ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹരീഷ് പറഞ്ഞു ഓനെ ഇറങ്ങണ്ട, ഓനെ അരീക്കോട്ട് കൊണ്ടുപോയി ഇറക്കിയിട്ട് അവിടുന്ന് അടുത്ത ബസ്സിന് തിരിച്ചു കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. അതെന്താന്ന് ഞാൻ അവനോട് കുറെ നേരമായി പറയുന്നത്. മണാശ്ശേരി കോഴിക്കോട് നിന്ന് RECയും കഴിഞ്ഞ് മണാശ്ശേരിയും കഴിഞ്ഞ് മുക്കത്തെത്തിയതാണ്. ഇനി അരീക്കോടൊക്കെ പോകുന്നത് REC ഒക്കെ കഴിഞ്ഞിട്ട് NIT ഒക്കെ കഴിഞ്ഞിട്ട്. ബോർഡ് വായിച്ചാൽ തിരിച്ചറിയാത്ത വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. അതുപോലെയാണ് ഇപ്പൊ നടക്കുന്നത് പല സ്ഥലങ്ങളിലും. ഒടുവിൽ അവനെ ഇറക്കിയപ്പോ ഹരീഷ് ഒരു കാര്യം പറഞ്ഞു, അത് പറയാനാണ് എനിക്ക് പറഞ്ഞത്. മോനെ അപ്പുറത്ത് പോയി നിൽക്കണേ, അങ്ങോട്ട് പോകുന്ന ബസ്സിന്റെ വാതിൽ അങ്ങേ ഭാഗത്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. കുട്ടികളെ, നിങ്ങൾ പലതും പറയുമ്പോൾ ഏത് ബസ്സിന് കയറണം, എങ്ങോട്ട് പോകുന്നൊരു ലക്ഷ്യം ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിന് വല്ല ലക്ഷ്യമുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞ് അവസാനിപ്പിക്കുക. വല്ല ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിനുണ്ടോ? ക്ഷേത്ര സംസ്കാരത്തിലേക്ക് പോവാ, ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാവും. ഭൗതിക സുഖങ്ങളിൽ മാത്രം ആറാടിയത് വീട് വേണ്ട, കെട്ടിയോള് വേണ്ട, മക്കൾ വേണ്ട, വണ്ടി വേണ്ട, സ്വത്ത് വേണ്ട, ഭക്ഷണം വേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് സ്വസ്ഥത വേണമോ നിങ്ങൾക്ക്? ശാന്തി വേണമോ നിങ്ങൾക്ക്? സമാധാനം. മഹാഭാരത യുദ്ധം മുഴുവൻ നടന്നിട്ട് അവസാനത്തെ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് ശാന്തി പർവ്വമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് പഠിച്ചു നോക്കുന്നത്. ശാന്തി പർവ്വം മഹാഭാരതത്തിന്റെ അവസാനത്തെ പർവ്വത്തിന്റെ പേര്. ശാന്തി വേണം നമുക്ക്. ആ ശാന്തിയിലേക്ക് പോകുന്ന തത്വശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുക, ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുക. ഒരു എന്തെങ്കിലും ഒരു 6 മാസം 1 വർഷം എന്നൊക്കെ പറഞ്ഞ് ഗ്യാരണ്ടി കാർഡോ വാറണ്ടി കാർഡോ ഒക്കെ നമ്മളെ കയ്യിലുണ്ടോ? ആരുടെയും കയ്യിലില്ല. നമ്മൾ തമ്മിലടിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ തമ്മിലടിക്കേണ്ടവരല്ല. പക്ഷേ സംസ്കാരത്തെ തകർക്കാൻ വരുന്നവരെ തടയും. അത് സംശയമില്ലാത്ത കാര്യമാണ്, മറന്നുകൊണ്ടാണ്. കാരണം ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഭൗതികമല്ല ആധ്യാത്മികവും ഭൗതികവും ചേർന്ന സമുത്കർഷ നിശ്രയ സസ്യേകമുഗ്രം എന്നൊരു പ്രാർത്ഥനയുണ്ട്. ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും ചേരുവകളാണ്
ഈ ജീവിതത്തിന്റെ തനിമ എന്ന് പറയുന്നത് സമുത്കർഷവും നിശ്രേയസ്സും അതിനെ ഏകമുദ്രമാക്കിയിട്ട് അതിനെ ഒരേപോലെ കൊണ്ടുപോകുക. സംഗച്ഛത്വം സംവദത്വം സംഭവം അനാംസി ജാനത ദേവാഭാഗം യഥാപൂർവേ സംജാനാന ഉപാസത എന്ന് വേദങ്ങൾ പറയുന്നത്. സംഗച്ഛത്വം ഒരേപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരേ ചിന്തയോടുകൂടി, സമ്പദത്വം ഒരേപോലെ സംസാരിക്കാം, ഒന്നിച്ചിരിക്കാം. നമുക്ക് സംഭവം അനാംസി ജാനത നമുക്ക് ഒന്നിച്ച് ഒരേ മനസ്സുള്ളവരായിട്ട് മാറാം. ദേവാഭാഗം യഥാപൂർവ്വം പണ്ട് ദേവന്മാര് അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും എങ്ങനെ പോയോ ദേവന്മാർ അതുപോലെ നമുക്ക് ഒന്നിച്ചുകൂടാം ക്ഷേത്രവിശ്വാസികളാണെങ്കിൽ. സംജാനാന ഉപാസതയും സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസ്സഹചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേവ ഹവിഷാജുഹോമി എന്ന് പറയുന്ന ആ വേദമന്ത്രം പഠിച്ചു നോക്കുക. നമ്മളെല്ലാം ഒന്നാണ്. അറിവില്ലായ്മയാണ് എങ്കിൽ അറിവിലേക്ക് വരിക, മറിച്ചാണെങ്കിൽ നിങ്ങൾ രാക്ഷസന്മാരാണ്. ബുദ്ധിശൂന്യന്മാരല്ല, നിങ്ങൾ രാക്ഷസന്മാരാണ്. ഈ രാക്ഷസീയത കൊണ്ട് കൃഷ്ണന്റെയും മഹാവിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണന്റെയും ഈ മൂലഗണപതി അല്ലെങ്കിൽ ബീജഗണപതിയുടെയും അല്ലെങ്കിൽ മൂലഗണപതിയുടെയും അല്ലെങ്കിൽ പഞ്ചമുഖ ഗണപതി ഏത് ഗണപതിയായാലും ചതുർബാഹു ഗണപതിയായാലും ഈ ഗണപതിയും രണ്ടാണ് എന്ന് പറയരുത്. ആചാരങ്ങളെ നമുക്ക് പഠിപ്പിക്കണം. നമ്മുടെ ക്ഷേത്രത്തിലെ ഈ ഗണപതി ക്ഷേത്രത്തില് ഗണപതിയിൽ തൊട്ട് തുടങ്ങണം ആചാരം. ഒരു സനാതന ധർമ്മ പാഠശാല തുടങ്ങണം. മക്കൾ പഠിക്കട്ടെ, പഠിപ്പിക്കാൻ ആള് വരാം. സനാതന ധർമ്മ പാഠശാല ഒരു ജാതിയോടും ഒരു വർഗത്തിനോടും ഒരു വർണ്ണത്തിനോടും ഒരു പ്രത്യയശാസ്ത്രത്തിനോടും വ്യത്യാസമില്ലാതെ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 രാഷ്ട്രീയക്കാരായിക്കോട്ടെ, 4 മതത്തിൽ വിശ്വസിച്ചോട്ടെ, കുഴപ്പമില്ല. സനാതന ധർമ്മം പഠിച്ചാൽ ഇത് തമ്മിലടിക്കില്ല. ശിവന്റെ വീട്ടിലെ കുടുംബത്തിലെ ആളുകളെ പോലെയാണ്. ശിവന്റെ വസ്ത്രമൊക്കെ കണ്ടില്ലേ, കഴുത്തിലും കയ്യിലും ഒക്കെ പാമ്പാണ്, തലയിൽ ഗംഗയുമുണ്ട്, അതുപോലെ പാമ്പിന്റെ തലയുമുണ്ട്, മരത്തിന്റെ തോലോ ഒക്കെ ഉടുത്തിരിക്കുന്നത്, ആനയുടെ തോലും പുലിയുടെ തോലും ഒക്കെ ഉടുത്തിരിക്കുന്നു, പട്ടടയിലാണ് കിടന്നുറങ്ങുന്നത്. ഒരു വൃത്തികെട്ട മനുഷ്യൻ. പക്ഷേ പാർവതിയോ നല്ല നെയ്യ് പൊരിച്ച സാരി കൊടുത്തിട്ട് നല്ല സിംഹാരൂഢയായിട്ട് അങ്ങനെ ഇരിക്കുന്നു പാർവതി. പക്ഷെ അവർ തമ്മിൽ അടികൂടുന്നില്ല. വാഗർത്ഥാവിവ സമ്പർക്കതോ വാഗർത്ഥ പ്രതിബദ്ധേ ജഗതപ്പിതരോ വന്ദേ പാർവതി പരമേശ്വരോ എന്ന് പറയുന്നില്ലേ കാളിദാസൻ. വാക്കുമർത്ഥം എന്നതുപോലെ വേറിടാതെ ഭാര്യ ഭർത്താവ് ആ സംസ്കാരം പഠിപ്പിക്കാം. ശിവന്റെയും പാർവതിയുടെയും കഥ പഠിപ്പിച്ചാൽ മതി. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ കൊക്കക്കോളയിൽ വിഷം കൊടുത്തിട്ട് ചാവുന്നില്ല എന്ന് കണ്ടാല് രാസ്നാദി കഷായത്തിന്റെ അകത്ത് കലക്കി കൊടുക്കും. A+ കിട്ടിയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഡോക്ടറാണ് പോലും, ഡോക്ടർ പേര് നല്ലതാ, ശ്രീകുട്ടി. ഇതൊന്നും വേണ്ട ശ്രീകുട്ടിക്ക്. കല്യാണവും കഴിഞ്ഞു, ഡൈവേഴ്സും കഴിഞ്ഞു. കല്യാണക്കത്തിന്റെ ചോട്ടിൽ എന്റെ തീയതി അടിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഡൈവേഴ്സിന്റെ തീയതിയും കൂടി നിശ്ചയിച്ചിട്ട് കല്യാണക്കത്ത് കൊടുക്കുന്നത്. ശ്രീകുട്ടി പുതിയ ഒരുത്തന്റെ കൂടെ പോവാണ്. നമ്മുടെ സംസ്കാരവും വേണ്ട, ഒന്നും വേണ്ട. പോകുന്ന പോക്കിൽ പാവം ഒരു സ്ത്രീയെ ഇടിച്ചു വീഴ്ത്തി. 2 സ്ത്രീകൾ പോയ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് നിന്ന വണ്ടി അവർക്ക് മുകളിലൂടെ കയറ്റി ഇറക്കിയിട്ട് കടന്നുപോയി. നമുക്ക് എവിടെയെങ്കിലും കണ്ണീര് വന്നോ? ഒരു എത്തിക്സ് പഠിച്ച ഡോക്ടറായിരുന്നുവെങ്കിൽ കൂടെയുള്ളവർ ഏത് നരാധവനാണെങ്കിലും ശരി അവർ ചാടിയിറങ്ങുമായിരുന്നു. ചാടിയിറങ്ങിയിട്ട് ആ പാവം സ്ത്രീയെ രക്ഷിപ്പിക്കുമായിരുന്നു. രക്ഷിച്ചില്ലല്ലോ. അരുംകൊലകള്, തമ്മിലടികള് നാട്ടിലുണ്ടാവുന്നത് ഇത്തരത്തിലുള്ള വൈതാളികന്മാരുടെ ചിന്തകളിലൂടെയും മതങ്ങളിലൂടെയുമാണ്. ആ മതത്തെയും വൈതാളികത്വങ്ങളെയും മനസ്സിലാക്കുക, നമ്മൾ തിരിച്ചറിയുക, എന്നിട്ട് തിരിച്ചു വരണം. നമ്മുടെ കുട്ടികള് മറ്റുള്ളവന്റെ കണ്ണീര് കാണുമ്പോൾ പറയുമ്പോ തീരില്ല കേട്ടോ എനിക്ക്. മറ്റുള്ളവരുടെ കണ്ണീര് ഇത് മനുഷ്യൻ്റെതല്ല. 2 പക്ഷികൾ ക്രൗഞ്ചത്വന്ത വിയോഗോത ശോകം ശ്ലോകത്വമാകത എന്ന് പറയുന്നില്ലേ? ക്രൗഞ്ചം ദിനങ്ങളുടെ ദുഃഖമാണ് ശ്ലോകമായിട്ട് പരിണമിച്ചത് എന്ന് ആദികാവ്യം തുടങ്ങിയത് അങ്ങനെയാണ്. മാ നിഷാദ പ്രതിഷ്ഠാന്ത്വ മകമ ശാശ്വതീ സമ യത് ക്രൗഞ്ചം ഇതിനാത് ഏകമവധി കമമോഹിതം എന്ന് തുടങ്ങിയിട്ട് രാമായണം 24,000 അനുഷ്ഠിപ്പ് ശ്ലോകങ്ങളിലൂടെ എഴുതിയ ആ രാമായണത്തിന്റെ കഥ 2 പക്ഷികളുടെ വേദനയിൽ നിന്ന് തുടങ്ങിയതാണ്. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അതെന്റെ വേദനയാണെന്ന് മനസ്സിലാക്കുന്നവനാണ് കവി. കവതയെ സർവം ധ്യാനാദി സർവം വിധി കവി. എല്ലാം അറിയുന്നവനും എല്ലാം പറയുന്നവനുമാണ് കവി. ആ കവി
ധർമാർത്ഥ കാമമോക്ഷേഷു വൈലക്ഷണ്യം കലാസുജ പ്രീതിം കരോതി കീർത്തിച്ച സാധു കാവ്യനിഷേവണം എന്ന് പറയാറുണ്ട്. നല്ല കാവ്യം പഠിച്ചു കഴിഞ്ഞാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ കുറിച്ച് മനസ്സിലാവും. ഇത് പഠിപ്പിക്കാൻ ബാലഗോകുലം തുടങ്ങണം, സനാതന ധർമ്മ പാഠശാല തുടങ്ങണം. രാമായണം പഠിച്ചാൽ മതി കുട്ടികൾ. ആദി കവിയെ കുറിച്ച് പഠിച്ചാൽ മതി. കാട്ടാളനായിരുന്ന, കാടനായിരുന്ന, വേടനായിരുന്ന ആ മനുഷ്യനെ എങ്ങനെ രത്നാകരനിൽ നിന്ന് വാൽമീകിയിലേക്ക് ഉയർത്തി. ആരുയർത്തി? ഇത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സൈക്കോളജിസ്റ്റ് ഓർ കൗൺസിലേഴ്സ് ഇൻ ദി വേൾഡ്, സപ്തർഷീസ്. 7 ഋഷിമാരല്ലേ? മാരീചൻ, അങ്കിരൻ, അത്രി, പുലസ്ത്യൻ, പുലഹൻ, കൃതു, ഭൃഗു എന്ന് പറയുന്ന 7 സന്യാസിമാരാണ് ഈ കാട്ടാളനെ മനുഷ്യനാക്കി മാറ്റിയത്, മഹാകവിയാക്കി മാറ്റിയത്. കാട്ടാളത്വമുള്ള നമ്മുടെ കേരളത്തിനെ മഹാകവിത്വത്തിലേക്ക്, ഋഷിത്വത്തിലേക്ക്. ഋഷിത്വം എന്ന് പറഞ്ഞാൽ ത്രികാലജ്ഞതയാണ് അല്ലെ? ഋഷിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നാം ഋഷി കവി എന്നാണ്. കവി ഋഷിയാണ്. അങ്ങനെയുള്ള ഋഷിത്വത്തിലേക്ക് നമ്മളെ കുട്ടികളെ, തലമുറയെ ഉയർത്തണമെങ്കിൽ ബാലഗോകുലം വേണം. കൃഷ്ണന്റെ ഗീത പഠിക്കണം, ഉപനിഷത്തുകൾ പഠിക്കണം. പഠിച്ചു നോക്കൂ നിങ്ങൾ ഇരുന്നിട്ട്. എത്ര ഉപനിഷത്തുകൾ വേണം ഞങ്ങൾ പഠിപ്പിച്ചു തരാം, ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാം. വരൂ, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, പഠിപ്പിച്ചു തരാം. ഈ മഹാകവികളൊക്കെ ഉണ്ടായപ്പോൾ ഈ കേരളത്തിലും ഞാൻ പറഞ്ഞില്ലേ, എഴുത്തുകാർക്ക് മുഴുവൻ ഈ ഗ്രന്ഥങ്ങൾ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. അടുത്ത തലമുറകള് എഴുത്തുകാരായിട്ട്, ചിന്തകന്മാരായിട്ട്, പ്രഭാഷകന്മാരായിട്ട്, കവികളായിട്ട് മാറണമെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തെ കുറിച്ച് പഠിക്കട്ടെ. തത്വമസി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലൂടെയല്ലേ കേരള സാഹിത്യ അക്കാദമിയും കേന്ദ്ര സാഹിത്യ അക്കാദമിയും സുമാലിക്കോടിന് കിട്ടിയത്. തത്വമസി എന്താണ്? 10 ഉപനിഷത്തുകളെ കുറിച്ച് പഠിച്ചതാണ്. ഉപനിഷത്തുകളില്ലെങ്കിൽ സുമാലിക്കോടില്ല. ആശാന്റെ സീതാകാവ്യം എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയതാരാണ്? സുമാലിക്കോടാണ്. അത് എഴുതാൻ കാരണമായത് എന്താണ്? ആശാൻ എഴുതിയിട്ടുള്ള 192 വിയോഗിനി പദ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന ഗണ്ഡകാവ്യത്തെ പഠിച്ചതാണ്. ആ ഗണ്ഡകാവ്യം എഴുതിയത് എന്തിൽ നിന്നാണ്? രാമായണത്തിലെ സീതയെ വെച്ചിട്ടാണ്. രാമായണമില്ലെങ്കിൽ ആശാനില്ല, ആശാന്റെ ചിന്താവിഷ്ടയായ സീത ഇല്ലെങ്കിൽ ആശാന്റെ സീതാകാവ്യമില്ല, സുകുമാരഴിക്കോടില്ല. രണ്ടാമൂലം എന്ന നോവൽ എഴുതിയത് ആരാണ്? MP വാസുദേവൻ നായരാണ്. രണ്ടാമൂലം എഴുതണമെങ്കിൽ എന്ത് വേണം? ഭീമസേനൻ വേണം. ഭീമസേനൻ വേണമെങ്കിൽ എന്ത് വേണം? മഹാഭാരതം വേണം. മഹാഭാരതം എന്താണ്? ഇവിടുത്തെ മഹഗ്രന്ഥമാണ്. ഏത് കൃതികൾ വേണമെങ്കിൽ എടുത്തു നോക്കൂ നിങ്ങൾ. മഹത്തായ കൃതികൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് മുഴുവൻ രാമായണത്തിനെയും ഭഗവത്ഗീതയെയും മഹാഭാരതത്തിനെയും ഉപനിഷത്തുകളെയും ഉപജീവിച്ചിട്ടാണ്, അതിജീവിച്ചിട്ടല്ല, ഉപജീവിച്ചിട്ടാണ്. അതിനെ പഠിച്ചപ്പോഴാണ് നമ്മുടെ കുട്ടികൾ അത് പഠിക്കട്ടെ. അതിനുവേണ്ടിയാ ബാലഗോകുലം, അതിനുവേണ്ടിയാണ് വിദ്യാനികേതൻ, അതിനുവേണ്ടിയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ സ്വത്വം രണ്ടും, അതിന്റെ സ്വത്വം നഷ്ടപ്പെടാതെ, സ്വത്വം മീൻസ് പേഴ്സണാലിറ്റി നഷ്ടപ്പെടാതെ നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറാവുക. എന്നിട്ട് അതിലൂടെ നമ്മുടെ പുതിയ തലമുറയെ വളർത്തുക. അതിനു വേണ്ടിയിട്ടാവട്ടെ ഇന്നത്തെ ചിന്ത. എന്തെങ്കിലും വിഷമം തോന്നുന്ന തരത്തിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് സ്വീകാര്യം. ഇതെനിക്ക് വേണ്ടിയിട്ടല്ല, ഇതം മമ എന്ന് പറയാറുണ്ട് ആചാര്യന്മാര്. ലോകഹിതം മമ കരണീയം എന്ന് പറയും. ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുക എന്ന് ധരിക്കുക. അങ്ങനെ ക്ഷമിക്കുക, ക്ഷമാപണത്തോടു കൂടിയിട്ട് ശാന്തി മന്ത്രം, ആ ശാന്തി മന്ത്രത്തിന്റെ അർത്ഥവും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ശാന്തി മന്ത്രത്തിൽ ഓം സർവേ ഭവന്തു സുഖിന എന്നാണ് പറയുന്നത്. ഋഗ്വേദ മന്ത്രമാണ്. അത് ഉപനിഷത്തുകളിലൊക്കെ കാണാം. സർവേ ഭവന്തു സുഖിന, എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ. ഇത് കേട്ട എല്ലാവർക്കും മാത്രമല്ല, കേൾക്കാത്തവരൊക്കെ. സർവേ സന്തു നിരാമയ, ആമയ, ആമയം എന്ന് പറഞ്ഞ ദുഃഖം, നിരാമയത ദുഃഖമില്ലായ്മ, എല്ലാവർക്കും ഒരു ദുഃഖവും ഉണ്ടാവരുത്. സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവരും ശ്രേഷ്ഠരായിട്ട് ഭദ്രരായിട്ടിരിക്കട്ടെ. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളും ആർക്കും ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള ആ ഉപനിഷത്ത് മന്ത്രത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.